ഞാൻ ബാഗ് എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് എന്റെ പുറയിൽ ഒരാൾ വരുന്ന ഫീല് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഈ പുറയിലൂടെ ആരാടാ വരുന്നത്, എന്ത് എനിക്ക് അങ്ങ് ഇരിക്കാൻ പറ്റാത്ത ഒരു ഫീൽ ഇനി വന്നിട്ട് എന്നെ ഒരു കൈ വന്ന് ചേർത്ത് അങ്ങ് പിടിച്ചു. എന്നെ ആരാണ്ട് പിടിച്ചല്ലോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ആരെയും കാണാനില്ല. അന്ന് എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഓമന കുഞ്ഞുമോൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. അപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഓമന കുഞ്ഞുമോനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഓമന കുഞ്ഞുമോൻ. എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞുമോൻ. എനിക്ക് 2 മക്കളുണ്ട്. അവർ കുടുംബമായിട്ട് 3 കുഞ്ഞുമക്കളുണ്ട്. അവരിവിടെ രണ്ടുപേരും കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടുന്ന് എറണാകുളത്തു നിന്ന് ഞാൻ ഇതിന് ജോയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ഞാൻ ആദ്യമായി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹവന്ദനം. രണ്ടാമതായി അരോമ ടിവിക്കും ദൈവദാസനും, എനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്ന ദൈവദാസനും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ടി വിയിലെ പരിപാടി കാണുമ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം, എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് കർത്താവ് എനിക്ക് എന്നോട് കർത്താവ് ആദ്യമേ 2012 പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ സാധിപ്പിച്ചു തരും. ഇതാണ് എന്നോട് ലൈവായിട്ട് കർത്താവ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുക, എൻ്റെ വിഷയങ്ങൾ കർത്താവ് അതെനിക്ക് സാക്ഷ്യം പറയണം. അപ്പൊ അന്ന് മുതൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കർത്താവ് അവസരം ഇപ്പം ഈ ദൈവദാസനിൽ കൂടെ എനിക്ക് തന്നതിനായി ഞാൻ ഒരു പ്രാവശ്യം കൂടി തന്നെ പറയുകയാണ്. എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ റാന്നി പൂവന്മേല എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നു. ഞാൻ 3 ആങ്ങളമാർക്ക് ഒരു പെങ്ങളാണ്. എൻ്റെ അമ്മ കുഞ്ഞമ്മ, അപ്പൻ പീലിപ്പോസ്, ഞങ്ങൾ അങ്ങനെ 5 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. എൻ്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞാല്, എൻ്റെ അമ്മയ്ക്ക് 2 ആൺമക്കൾ ഉണ്ടായതിനു ശേഷം അമ്മയ്ക്കൊരു പെണ്ണ് വേണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ അമ്മ അന്ന് പ്രാർത്ഥനയല്ലല്ലോ, നേർച്ചയാണ്. അപ്പൊ അമ്മ പള്ളിയിൽ പോയി നേർച്ചയിട്ട് എന്നെ ലഭിക്കുന്നു. അപ്പം എല്ലാ വർഷവും 10 വയസ്സ് വരെ 9 വയസ്സ് വരെ എന്നെ അമ്മ മണർകാട് പള്ളിയിൽ കൊണ്ട് അടിമ വയ്ക്കും. അപ്പം 9 വയസ്സ് വരെ അടിമ വെച്ചു. 9 വയസ്സ് കഴിഞ്ഞ് 10ാം വയസ്സിൽ അമ്മയ്ക്ക് കരളെന്ന് വെള്ളം ഊർന്ന ഒരു രോഗമുണ്ടായി. അമ്മ എല്ലാ ആശുപത്രിയിൽ നിന്നും തള്ളി അമ്മ മരണപ്പെട്ടു എന്ന് പറയാം. മരിച്ചു. അമ്മയെ കടത്തിയേക്കാണ്. അപ്പൊ എൻ്റെ അച്ചായൻ പെട്ടി മേടിക്കാനൊക്കെ റാന്നിക്ക് പോയി. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കരച്ചിൽ ഒക്കെ കേട്ട് ഒരു പാസ്റ്റർ അവിടെ നിന്ന്, ഒരു ദൈവദൂതം വന്ന പോലെ ഒരു പാസ്റ്റർ അവിടെ ഇറങ്ങി വന്ന് പാസ്റ്റർ വന്ന് ഈ അമ്മയെ നോക്കിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ നിലത്ത് കടത്തിയേക്കാണ്, കട്ടിലേല് ഒരുക്കി കടത്തിയേക്കുക. അപ്പം പാസ്റ്റർ വന്ന് ചോദിച്ചു, ഈ ആള് മരിച്ചിട്ടില്ല, ദൈവം ഈ ആളെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അമ്മയുടെ അമ്മ അവിടെ ഉണ്ട്. അപ്പൊ അമ്മയുടെ അമ്മ പറഞ്ഞു, എൻ്റെ കൊച്ചെങ്ങനെങ്കിലും ജീവിച്ചാൽ മതി, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. അവരെല്ലാം യാക്കോബക്കാരാണ്. അത് പറഞ്ഞ് പാസ്റ്റർ വൈകിട്ട് 5 മണി വരെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചേച്ച്
ആ പാസ്റ്റർ പോയി മറ്റു വീട്ടിൽ ചെന്ന് മറ്റേ സഹോദരന്മാരെയും 7 പേരെയും വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ 7 ദിവസം ഇരുന്ന് വെള്ളം കുടിക്കാതെ അവർ പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മള് ഒരു അങ്ങനത്തെ ഉള്ള വിശ്വാസം അല്ല. പക്ഷെ ഇവരാണ് പ്രാർത്ഥിച്ചത്, ഞങ്ങളല്ല. എനിക്ക് 10 വയസ്സേ ഉള്ളൂ. എന്റെ ഇളയതൊരു കൊച്ചുണ്ട്. മുകളിലുള്ള 2 ആങ്ങളമാരാണ്. പക്ഷെ അവർ 7 ദിവസം പ്രാർത്ഥിച്ച് അമ്മ 7-ാം ദിവസം കണ്ണു തുറന്നു. അമ്മയുടെ വയറ് വീർത്തുപോയി. വയറിൽ നിന്നുള്ള എല്ലാം പഴുപ്പുകളെല്ലാം പോയി. അമ്മ എഴുന്നേറ്റു 7-ാം ദിവസം. അങ്ങനെ 45 ദിവസം കൊണ്ട് അമ്മയ്ക്ക് സൗഖ്യമായി. ആ സൗഖ്യമായതിന് ശേഷം എനിക്ക് 10 വയസ്സുള്ള ഞാനും അമ്മയും കൂടെ ഞങ്ങളെ സ്നാനപ്പെടുത്തുകയാണ്. മരിച്ച അമ്മ ഉയർത്തെഴുന്നേക്കുന്ന കണ്ടിട്ട് ഞാനും അമ്മയുടെ കൂടെ കൂടി 10 വയസ്സുള്ള ഞാൻ സ്നാനപ്പെടുക. അന്ന് അറിവൊന്നുമില്ലെങ്കിലും അമ്മ ആണല്ലോ എന്റെ വലുത്. അപ്പൊ അമ്മയുടെ കൂടെ പോയി. അന്നത്തെ സ്നാനം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. എന്നിട്ട് ചെണ്ടയും കൊട്ടിക്കൊണ്ടുപോയാണ് ഒഴുക്കുള്ള വെള്ളത്തിൽ നമ്മളെ സ്നാനപ്പെടുത്തിയത്. എന്നിട്ട് അങ്ങനെ ഞാനൊരു പിന്നെ അന്ന് ശാരോൻ സഭയാണ്, അവിടെയാണ് ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് 19 എൻ്റെ വിദ്യാഭ്യാസം ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു, പാസ്സായി. ലാബ് ടെക്നീഷ്യൻ പഠിച്ചു. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ഷോർട്ട് ഹാൻഡ് പഠിച്ചു. അന്ന് എളുപ്പം ജോലി കിട്ടാനുള്ള കാര്യത്തിന് വേണ്ടി അതെല്ലാം ചെയ്ത് ഞാൻ അങ്ങനെ 10-20 ഞാൻ ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 21 വയസ്സിൽ എന്നെ കല്യാണം കഴിക്കുന്നു. അപ്പൊ ആങ്ങളമാർക്കും അച്ചായനും അവര് കത്തോലിക്കരായോണ്ട് എന്നെ എങ്ങനെയും പുറത്ത് കെട്ടിക്കണമെന്ന് അവർക്കൊരു മനസ്സുണ്ട്. അപ്പൊ എനിക്കും അങ്ങനെ ഒരു മനസ്സ് വന്നു. ഞാനും അങ്ങനെ പാലായിലുള്ള CSI കാരൻ കല്യാണം ആലോചിച്ച് കല്യാണം കഴിച്ച് അപ്പൊ ആദ്യം കാലത്തൊക്കെ നല്ലതാണ്. പാലായിലുള്ളവർക്ക് സ്നേഹമുള്ളവരാണ്. അങ്ങനെയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ നമ്മൾ അങ്ങ് ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങൾക്ക് വേണ്ടെന്നല്ല, പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ജീവിതം, നമ്മൾ ഒരു ലോകത്തിന്റെ ജീവിതം, പള്ളിയിൽ പോകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജീവിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എറണാകുളത്താണ്. പിന്നെ ഇപ്പം 40 കൊല്ലത്തോളമായി ഞങ്ങൾ എറണാകുളം ജീവിക്കാൻ. പക്ഷെ ദൈവമില്ല എൻ്റെ വഴികള്. കാരണം കർത്താവ് എന്നെ അമ്മയുടെ ഉദരം മുതൽ കണ്ടതാണ്. ഞാൻ നടക്കുന്ന വഴിയിലൊക്കെ കർത്താവുണ്ട്. പക്ഷെ എൻ്റെ അമ്മ പൂർണ്ണ വിശ്വാസിയായിട്ട് നല്ല എല്ലാ ആഴ്ചയിലും പള്ളി പോകും, യോധന് പോകുക. അമ്മ ഭയങ്കര പെന്തക്കോസ് വിശ്വാസിയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ ഓരോന്നും ലോകത്തിലോട്ട് നോക്കുമല്ലോ, അപ്പം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല, വഴക്കില്ല. പക്ഷെ എങ്കിലും ഞാൻ ഒരു പിന്മാറ്റത്തിൽ വന്ന പോലെ തന്നെ ആയി എന്ന് തന്നെ എനിക്ക് പറയാം. അങ്ങനെയാണ്. അപ്പൊ പെന്തക്കോസ് എന്ന് പറയുന്ന പ്രാർത്ഥനയൊന്നും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ അങ്ങനെ യൗവനകാലം അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വന്ന് വഴിയിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരു രോഗം പിടിച്ചു. 10,000 പേരിൽ ഒരാൾക്കുള്ള ഒരു രോഗം, ഹാർട്ടിന്റെ പുറത്ത് ദശ വളരും. അതിങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പണം എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനിടെ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു കുറവ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ദൈവത്തിന്റെ കുറവാണ്. അതൊക്കെ മനസ്സിലാക്കാൻ പിന്നാണ്. പക്ഷെ ആ ജീവിതത്തിൽ പോലും കർത്താവ് എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. എനിക്ക് ദർശനം തരുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറയും, ദർശനം കണ്ടെന്ന് പറയാൻ എനിക്ക് പേടിയാ. അപ്പൊ അമ്മ എന്നെ ചീത്ത വിളിക്കും. കാരണം എന്താ വെച്ചാൽ നീ പിന്നെ പിന്മാറ്റത്തിൽ പോയി എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ വഴക്ക് പറയും. അപ്പൊ ഞാൻ ഈ ദർശനങ്ങൾ എന്നെ കർത്താവ് കാണിക്കുമ്പോൾ ഞാൻ പറയാറില്ല ഇന്ന ദർശനം, പക്ഷെ കറക്റ്റായിട്ടുള്ള ദർശനങ്ങളാണ്. അങ്ങനെ വന്ന് ഹസ്ബൻഡ് ഇത്ര രോഗമായി. ഇതെല്ലാം നടന്ന് മുന്നോട്ട് പോകുമ്പോഴും ശൂന്യതയുണ്ട്. പണമെല്ലാം തീരുന്നു. ഈ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി പ്രതികൂലങ്ങൾ ഒരുപാട് മുന്നോട്ട് വന്നു. ഹസ്ബൻഡ് കുടിക്കും, ഇവിടെ എറണാകുളത്ത് കൂട്ടുകാർ ഒരുപാടുണ്ട്, കുടിക്കും, ബിസിനസ് എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ സമാധാനമില്ല. അങ്ങനെ പോയി നിന്ന് ഒരു ദിവസം മോള് BEdന് പഠിക്കുന്ന സമയത്ത് ഞാനൊരു ദർശനം കാണുകയാണ്. അപ്പം അവിടെ റെന്റിനാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം എനിക്ക് കൊച്ചിന് എന്നും വണ്ടിക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പൈസ കാണുകയില്ല. ഞാനത് വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം എൻ്റെ കർത്താവ് എന്നെ, അപ്പോഴും ഞാൻ ദൈവത്തെ വിളിക്കാത്ത ആളാണ്, ഞാനൊരു ദർശനം കാണുകയാണ്. കർത്താവും ശിഷ്യന്മാരും കൂടെ എൻ്റെ വീടിന്റെ മുന്നേ കൂടെ വന്നപ്പം ഞാൻ കരയുന്നുണ്ട്. അപ്പം കർത്താവ് ചോദിക്കുന്നു, ആ സ്ത്രീ എന്താ കരയുന്നെന്ന് ചോദിച്ചപ്പം ശിഷ്യന്മാര് പറഞ്ഞു, അവർക്ക് വാടക താമസിക്കുന്ന, അവർക്ക് പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ നിന്നേച്ച് കർത്താവ് അങ്ങ് പോന്നു. ഞാൻ ഇതും പറയാൻ എനിക്ക് പേടി. അപ്പൊ കർത്താവ് എൻ്റെ പുറകേ നടക്കുന്നുണ്ട്. ഓരോ നിമിഷങ്ങളും കർത്താവ് എന്നെ ഇങ്ങനെ എപ്പം നാളെ ഞാൻ തിരിച്ചു വരും, നാളത്തെ കഴിഞ്ഞ് വരും എന്നുള്ള രീതിയിലാണ് കർത്താവ് എന്നെ ഇങ്ങനെ നോക്കിയത്.
അപ്പൊ അങ്ങനെ ജീവിതങ്ങൾ പോയി ഒരുപാട് പ്രതികൂലങ്ങൾ വന്നു. പ്രതികൂലങ്ങൾ മാത്രം, അത് പറയാൻ പറ്റാത്ത പ്രതികൂലങ്ങൾ. മദ്യമാണല്ലോ ഏറ്റവും വലിയ ആപത്ത്. അതും അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള അങ്ങനെ ഇങ്ങനെ പോയി. പിള്ളേരുടെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു. അങ്ങനെ അപ്പൊ അതിനിടയ്ക്ക് എൻ്റെ മോനെ കുറിച്ച് ഒന്ന് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം അവനെ ഈ മോളുണ്ടായി 7-8 വർഷം കഴിഞ്ഞുള്ളതാണ് മോനെ. അപ്പം എനിക്കൊരു ഗർഭപാത്രത്തിന്റെ പ്രശ്നം വന്നു. യൂട്രസ് ഇട്ട് കളയണമെന്ന് തൊടുപുഴയുള്ള ഡോക്ടർ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു അത് ഞാൻ സമ്മതിക്കില്ല. ഹസ്ബൻഡ് അതിനും ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, നമുക്ക് അങ്ങനെയൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. രാങ്കൊച്ച് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഒരു മുണ്ടക്കയത്ത്, ഈ എൻ്റെ അമ്മായിപ്പന്റെ പെങ്ങളുണ്ട്, ഒരു പ്രാർത്ഥനക്കാരിയാണ്. പുള്ളിക്കാരി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് മുണ്ടക്കയത്ത് പ്രാർത്ഥിക്കാൻ പോയി. അവിടെയാണ് ആ ഉപദേശം ഉള്ളത്. അപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ഒരു 7 ചൊവ്വാഴ്ച അവിടെ ചെന്നാ കുഞ്ഞുവിനെ നിനക്കൊരു ആങ്കൊച്ചുണ്ടാവുമെന്ന് എൻ്റെ മാവി പറഞ്ഞു. അങ്ങനെ കുഞ്ഞച്ചാൻ എല്ലാ ചൊവ്വാഴ്ചയും പോവും, അവിടെ പോയി പ്രാർത്ഥിച്ച്. അങ്ങനെ ലാസ്റ്റ് 7ാമത്തെ ചൊവ്വാഴ്ച പാസ്റ്റർ ഒരു ദർശനം കണ്ടു, നല്ല സുന്ദരനായ ഒരു ആങ്കൊച്ചിനെ നിനക്ക് ദൈവം തരുന്നു. അപ്പൊ എന്നോട് വൈകിട്ട് പോയാൽ രാവിലെയാ വരുന്നത്. മുണ്ടക്കയത്തുനിന്ന് പാലായി പറഞ്ഞാൽ പിന്നെ രാവിലെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന് എന്നോട് പറഞ്ഞു, രാവിലെ 10 മണിയായപ്പോൾ വന്ന് പറഞ്ഞു, എടി നമുക്കൊരു കൊച്ചിനെ, ഒരു ആങ്കൊച്ച് സുന്ദരനെ കണ്ടിട്ടുണ്ട് ദൈവം, നമുക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നമുക്ക് അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് ആ കൊച്ചിനെ CSIയിലെ ഒരു അച്ഛനാക്കിയേക്കാന്ന് പറഞ്ഞു. അപ്പൊ CSIയിലെ അച്ഛനാക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ 2 കാര്യം ഓർത്തു. CSI ആകുമ്പോൾ കല്യാണമൊക്കെ കഴിക്കാമല്ലോ എന്നങ്ങോർത്തു. ഞാൻ അവിടെ CSI ആണല്ലോ, ഹസ്ബൻഡ് CSI, അച്ഛന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് എന്ന് ഞാനിങ്ങനെ നമ്മളങ്ങനെ വിട്ടു. ആ മാസം തന്നെ എനിക്ക് കുഞ്ഞുണ്ടായി. 9 മാസം ബെഡ് റെസ്റ്റ്. 2 ജോലിക്കാരെ വെച്ചേക്കാണ്. എനിക്ക് കൈ പൊക്കത്തില്ല, കാലം. 9 മാസം ബെഡ് റെസ്റ്റിൽ എനിക്ക് ആ കൊച്ചുണ്ടായി. ആ കുഞ്ഞ് വളർന്നു വന്നപ്പോൾ ഭയങ്കര വൈശാചി ബന്ധനത്തിൽ കൂടെ പോയി 5 വയസ്സ് വരെ. അത് ഭയങ്കരം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ പോയി. പിന്നെ അതെല്ലാം മാറ്റി അവൻ ബിടെക് പാസ്സായി. ബിടെക് പാസ്സായപ്പം പിന്നെ ഞാൻ ദൈവത്തിന് അപ്പം കൊടുക്കാനൊന്നും മടിയുണ്ട്. ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ഇപ്പം കൊടുക്കണ്ട. അപ്പൊ ഞാൻ ഇവൻ ജോലിക്ക് പോകും. ജോലിക്ക് പോയാൽ ഇവൻ ചെല്ലുന്ന കമ്പനി പൂട്ടി പോവുക. ആദ്യത്തെ ശമ്പളം കിട്ടും, 2ാമത്തെ ശമ്പളം നമുക്ക് കിട്ടില്ല. അപ്പൊ അത് പൂട്ടിപ്പോകും. അങ്ങനെയാണ്. ഇവനോട് കാശ് കൊടുക്കണം. ഇവൻ കാർ ഓടിച്ചുകൊണ്ടിരുന്നിട്ട് അവനോട് കടം മേടിക്കും ആ കമ്പനി. അതുപോലെയുള്ള സ്ഥലത്താണ് അവൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ അത് ഒരു ദിവസം അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ തകർന്ന് തരിപ്പണമായിരിക്കുന്ന എനിക്ക് എൻ്റെ ചർച്ചിൽ, ഇപ്പൊ ഞാനായിരിക്കുന്ന ചർച്ചില് ഒരു സഹോദരി, ചെറുപ്പക്കാരിയാണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓമന ആന്റി നാളെ ആ പള്ളിയിലോട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പള്ളി പോയിട്ടില്ല, ഒരു പ്രാവശ്യമൊക്കെ പോയുള്ളൂ. ഞാൻ ഒന്ന് പഠന. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്തിനടി ഞാൻ അങ്ങോട്ട് വരുന്നത്, അത് അവിടെ വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൃത്യം 10 മണിക്ക് ഞങ്ങൾ ഇപ്പൊ ആയിരിക്കുന്ന ചർച്ച ചെല്ലുകയാണ്. അപ്പൊ ആ പാസ്റ്റർ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് എനിക്കറിയത്തില്ല അവിടെ എന്താന്ന്. അപ്പം ഈ എന്നെ വിളിച്ച സഹോദരി അവിടെ വന്നുമില്ല, ഞാൻ ചെല്ലുകയും ചെയ്തു. അപ്പൊ അവിടെ എന്താന്ന് ചോദിച്ചാൽ അവിടെ ഒരു ട്രെയിനിങ് സെന്റർ, ബൈബിൾ കോളേജ് ഉണ്ട് ഞങ്ങളുടെ ചർച്ചിലെ. ഒരു 1 ഇയർ കോഴ്സാണ്. അവിടെ പ്രായമായവർക്കും എല്ലാവർക്കും പഠിക്കാം, പിള്ളേർക്കും പഠിക്കാം, എല്ലാവർക്കും പഠിക്കാവുന്ന ഒരു. അപ്പൊ അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എലീഷ ട്രെയിനിങ് സെന്റർ എന്നാണ് അതിന്റെ പേര്. അതും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പൊ അവള് വന്നില്ല. ആ എന്നെ വിളിച്ച പെണ്ണ് വന്നില്ല. അപ്പൊ എനിക്ക് ദേഷ്യമൊക്കെ വന്നു. അപ്പം പാസ്റ്റർ പറഞ്ഞു, എന്നാ ഓമന സിസ്റ്റർ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 22 പിള്ളേരവിടെ അന്നേരം 7 പിള്ളേരേ ഉള്ളൂ. ഞാൻ ചെന്നനുസരിച്ച് എന്ന് പറഞ്ഞാൽ ജൂൺ 6-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പോഴും ആ ജൂൺ 6-ന് ഞങ്ങളുടെ പള്ളിയിൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇരുന്നു. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ ഞാൻ ആഭരണമൊക്കെ ഇടും, അങ്ങനെയാണെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോ എല്ലാം പെന്തക്കോസ്തുകാർ, 6 പേരും പെന്തക്കോസ്തുകാർ, 2-3 പേര്, 7-8 പേരുണ്ട്. പിന്നെ അല്ലാതെ ഞങ്ങളുടെ ചർച്ചിലുള്ളവരുണ്ട് എന്നോർത്തു. അപ്പൊ ഞാൻ ഓർത്തു, ഇന്ന് മാത്രം പഠിച്ചിട്ട് എനിക്ക് ഈ ബൈബിളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരാ എന്നുള്ള കണ്ടീഷൻ ഞാൻ ഇരുന്നു. ഉച്ചയായപ്പോ ഊണൊക്കെ ഉണ്ട്, ചോറൊക്കെ ഉണ്ട്. ആ ഒരു ഭക്ഷണം എല്ലാം തന്നു. ഞാൻ തിരിച്ചു പോയി. പക്ഷേ നേരം വെളുത്തപ്പോ 9-10 മണിയായപ്പോ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ബൈബിളൊക്കെ എടുത്ത് അങ്ങ് പോകാൻ തുടങ്ങി. അന്ന് എനിക്ക് ശ്വാസം മുട്ടലും പിന്നെ ആസ്മ പേഷ്യന്റ് ആണ് ഞാൻ അന്ന്. അപ്പൊ അതെല്ലാം ഉണ്ട്. പക്ഷെ തുടർച്ചയായിട്ട് 10 മാസം എനിക്ക് പഠിച്ച് ഗ്രാജുവേഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ മോനോട് പറയും, ഇവൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഇവൻ ജോലിക്ക് പോയി ചില ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എടാ നീ ചുമ്മാ ഇരിക്കാതെ അവിടെ വന്ന് പഠിക്കുക എന്ന് പറയും. ആ കോളേജ് വന്ന് പഠിക്കെന്ന് പറയും. അന്നേരം ഇവൻ പറയും, മമ്മി മിണ്ട, ആവശ്യമില്ലാത്ത പണിയൊന്നും പറയരുത്. നമുക്ക് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഞാൻ പൊക്കോളാം, അതൊക്കെ കുറെ കഴിയട്ടെ എന്ന് അവൻ പറയും.
അവൻ എന്നോട് പറയും. അപ്പൊ ഞാൻ പിന്നെ ഞാനും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, ആവശ്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അപ്പം ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ വേണ്ടല്ലോ എന്നുള്ള ഇത് ഞാനും അതങ്ങനെ. പക്ഷേ ദൈവം അവനെ വിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ സ്വമേധയാ അവിടെ വന്നു, ആ കോഴ്സിന് ചേർന്നു, ഫസ്റ്റ് ചേർന്നു. അവൻ ചേർന്ന് ഞാനപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ 2-ാം വർഷവും പഠിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഞാൻ തമാശയും പിള്ളികളിയും ഒക്കെ പറയുന്ന ആളാണ്. എനിക്ക് എപ്പോഴും ചിരിയും കളിയും അങ്ങനെ ഉണ്ടായൊരു സ്വഭാവം എനിക്കുണ്ട്. എത്ര മാനസിക വിഷമം ഉണ്ടെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ ഞാൻ തമാശ പറഞ്ഞ് ചിരിക്കുന്നവളാണ്. അതുകൊണ്ട് ഞാൻ അന്നേരം ഓർത്തു, ഇത് ഞാനൊരു ശബ്ദം കേട്ടു, എന്നെ ദർശനം കാണിച്ചു. എന്നെ ഞാനൊരു 2ാമത് പഠിക്കുന്നതായിട്ട് ഒരു ദർശനം കാണിച്ചു. അപ്പൊ ഞാൻ ഓർത്തു ഇതൊക്കെ ചുമ്മാതാണോ എന്താന്ന് ചോദിച്ചു. പക്ഷേ 7 പേരെയും കൊണ്ട് സെക്കൻഡ് ഇയറും ഞങ്ങൾ പഠിച്ചെന്നുള്ളതാണ്. അപ്പൊ ആ മോൻ അന്ന് മുതൽ അവിടെ നിൽക്കുക. അങ്ങനെ ആ മോൻ അവിടെ നിന്ന് 2-ാം വർഷവും പഠിച്ചു. പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ പാസ്റ്റർ പറഞ്ഞു, ഓമന സിസ്റ്ററെ ആ ചെറുക്കനെ അങ്ങ് സമർപ്പിക്കുക ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. അപ്പം ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പുള്ളിയുടെ വണ്ടിക്കാണ് കയറി ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഓമന സിസ്റ്റർ ആ ചെറുക്കനെ അങ്ങ് സമർപ്പിക്കുന്നു പറഞ്ഞു. ഞാൻ പറയും പാസ്റ്റർക്ക് അത് പറയാം, എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് പറയാമെന്ന് പറഞ്ഞ് ഞാൻ പാസ്റ്ററിനെ അങ്ങ് നിരുത്സാഹപ്പെടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നു. അന്ന് രാത്രി കർത്താവ് എന്നോട് ചോദിച്ചു, ഞാൻ ലൈവ് ശബ്ദം കേൾക്കാം, നീ എന്നെയാണോ സ്നേഹിക്കുന്നത്, പണത്തെയാണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അപ്പച്ച, ഞാൻ അപ്പച്ചനെയാ സ്നേഹിക്കുന്നത്, എന്റെ അപ്പനെയാ ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. രാത്രിക്ക് ഞാൻ കരഞ്ഞു. പിറ്റേ ദിവസം ഞാൻ പാസ്റ്ററോട് എന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഈ ചെറുക്കനെ പാസ്റ്റർ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, ഇവനെ ഞാൻ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ അന്ന് സമർപ്പിച്ച പാസ്റ്ററെ ഇപ്പൊ 22 വയസ്സിൽ ഏൽപ്പിച്ചതാണ്. ഇപ്പൊ അവൻ 35 വയസ്സ് കഴിഞ്ഞു. അവൻ ചർച്ചിലെ ചർച്ചാണ് അവന്റെ ജീവിതം ചർച്ചാണ്. അവന്റെ ജീവിതം പാസ്റ്ററിനെ എങ്ങനെയാണ് പാസ്റ്റർ, അതാണ് അവന് MSc പഠിച്ചു ഫിലിപ്പീൻസിൽ. ഇപ്പൊ അവൻ PhD ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ചർച്ചിലെ ആളായിട്ട് അവന്റെ കുടുംബം, അവന്റെ ഭാര്യയും 2 മക്കളും അവർ ചർച്ചുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധം കൂടി പോകുന്നോന്ന് ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ അവൻ ചർച്ച് കുട്ടിയായി ആ ശമൂവേലിനെ പോലെ അവൻ അവിടെ നിൽക്കുന്നു. അതാണ് അവനെ കുറിച്ചുള്ള സാക്ഷ്യം. അപ്പൊ ഞാനും അതുപോലെ തന്നെ ചർച്ചുമായിട്ട് എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി ഒഴിച്ച് എല്ലാ ദിവസങ്ങളിലും ഞാൻ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. ആ ചർച്ചിൽ മിനിസ്ട്രിക്ക് പോകുമ്പോൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോകും. അത് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് സുവിശേഷം പറയാൻ. എന്റെ കൂടെ ഉള്ള വലിയ വലിയ മൂപ്പന്മാരാണ്. അവര് പറയും, നമ്മൾ കേട്ടാൽ മതി. പക്ഷെ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ തന്നു. ഇതെല്ലാം ഞാൻ ഒരു വചനം പറയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ ആ മുടിയനായ പുത്രൻ ആ അപ്പൻ കൊടുത്തതാണ് കർത്താവ് എനിക്കും തന്നേക്കുന്നത്. എനിക്ക് തന്ന ഗിഫ്റ്റുകൾ മുഴുകെ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് തന്ന ഗിഫ്റ്റുകൾ ഒരുപാടാണ്. ഇപ്പൊ ഞാൻ പാസ്റ്ററോട് പറഞ്ഞല്ലോ, പിന്നെ ഞാൻ അന്ന് എനിക്ക് ആസ്മ പേഷ്യന്റ് ആണ്. എനിക്ക് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ഞാൻ 25 കൊല്ലമായിട്ട് എനിക്കൊരു ഡോക്ടറുണ്ട്. അങ്ങനെ ചികിത്സിക്കുന്നതാണ് എന്നെ. ഒരു 3 ദിവസം കൂടുമ്പോഴത്തേക്ക്, ചില ഒരാഴ്ച കൂടുമ്പോഴത്തേക്ക് എനിക്ക് ബലൂൺ ശ്വാസം മുട്ടലും വരുന്നു. എനിക്ക് AC പറ്റില്ല. അങ്ങനെ എന്നെ അവിടെ ചികിത്സയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഈ വചനമൊക്കെ ഞാൻ പഠിക്കുന്നു. 2-ാം വർഷവും പഠിച്ചു. എനിക്ക് അവിടെ നിന്നൊക്കെ ഓരോ ദിവസവും കർത്താവ് വിടുതൽ തന്നു. അങ്ങനെ ഒരു ദിവസം മുന്നോട്ട് പോയ സമയത്ത് ഒരു ദിവസം എന്റെ മകൻ വണ്ടി ഓടിക്കും. അപ്പൊ എന്റെ പാസ്റ്റർ അന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന എന്റെ മകനെയാണ്. ചെങ്ങന്നൂര് ഒരു ആഷ്ലി പാസ്റ്റർ, എന്റെ മകന്റെ പേരും ആഷ്ലിയാണ്. ആ ചെങ്ങന്നൂര് ആഷ്ലി പാസ്റ്റർ ഉണ്ട്. അവിടെ നമ്മുടെ പാസ്റ്റർ ഒരു മിനിസ്ട്രി ആയിട്ട് ഇവനെ കൊണ്ട് വണ്ടി ഓടിച്ചു പോവാം. അപ്പൊ വെള്ളിയാഴ്ച ദിവസം പിന്നെ എനിക്കൊരു തീരുമാനമുണ്ട്, എന്റെ പാസ്റ്റർ അല്ലേ, എനിക്ക് യോഗത്തിന് പോകുന്ന ഇഷ്ടമല്ല. അപ്പൊ ഞാൻ നേരത്തെ തിരക്കും, ഇന്ന് ആരടാ യോഗത്തിനെന്ന് ചോദിക്കും, അവൻ പറയില്ല. പറഞ്ഞാൽ ഞാൻ പോവുകയില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യം, കുഞ്ഞു പിള്ളേരെ പോലെ മടികളുണ്ട്. അപ്പൊ അവൻ പറയാതെ അന്ന് നേരം വെളുത്ത് ഇറങ്ങി വന്നപ്പോ എന്നോട് അവനൊരു വർത്താനം ഇങ്ങനെ പറയാ. ഞാൻ ക്ഷീണിച്ചിറങ്ങി വരുവാ റൂമിനകത്തുനിന്ന്. അപ്പൊ മമ്മി എങ്ങനെയാണ് ഗൾഫ് രാജ്യത്തൊക്കെ പോണേ, തണുപ്പുള്ള രാജ്യത്തൊക്കെ മമ്മി എങ്ങനെ പോകും എന്ന് എന്നോട് ചോദിക്കുകയാണ്. സിമ്പിളായിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറയാം, എന്റെ ദൈവം എനിക്ക് സൗഖ്യം തരും. അവനോട് അങ്ങ് പറയാ. രാവിലെ ഒരു മിനിസ്ട്രിയാണ് നടന്നത്. അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഇവൻ പാസ്റ്റർ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നപ്പോഴേ വേറൊരാളാണ് അവിടെ പ്രസംഗിക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, വരേണ്ട ആവശ്യമൊന്നും ഇല്ല, ഇനി ഒന്നാതെ വലിയ ശ്വാസം മുട്ടലും AC എനിക്ക് പറ്റില്ല, വരണ്ടായിരുന്നെന്ന് ഞാൻ ചിന്തിച്ചപ്പോ പ്രസംഗിച്ച ഇവിടെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, പിന്നെ ഇന്ന് റോയ് പാസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് വന്നത് തെറ്റായി പോയെന്ന് എന്ന് നമ്മളെ അവിടെ അന്ന് സേവ് ചെയ്ത പാസ്റ്റർ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത കാര്യമാണല്ലോ പുള്ളി പറഞ്ഞെന്ന് ഉള്ള ചിന്തിച്ചു.
അത് കഴിഞ്ഞ് 1 മണിക്ക് യോഗം കഴിഞ്ഞു. അപ്പൊ എനിക്ക് AC ഭയങ്കരമായ ചെസ്റ്റ് കണ്ടമാനം വലിയ ഭയങ്കര കൺജസ്റ്റ് ആയി എനിക്ക് പഴുപ്പ് ചോരമയമാവും. അതാണ് എനിക്ക് AC കൊണ്ട് പറ്റുന്ന കുഴപ്പം. അത് പിന്നെ അത് ഭയങ്കര ഒരു മരുന്ന് വേണം, പിന്നെ അതിന് ഒരുപാട് മരുന്നും ആശുപത്രിയും വേണം. അപ്പൊ അതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഞാനിങ്ങനെ 1 മണി കഴിഞ്ഞ് യോഗം എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. കർത്താവേ, എനിക്ക് പറ്റില്ല, ഞാൻ ഇനി വെള്ളിയാഴ്ച ദിവസം വരുന്നില്ല. ഒരു ദിവസം വരാൻ പറ്റിയല്ലോ, ഞായറാഴ്ച ഏറ്റവും പുറകെ ഇരുന്ന് ഓർത്ത് ഞാൻ വന്നിട്ട് പൊക്കോളാം, അമ്മയുടെ കോട്ടൊക്കെ ഇട്ടിട്ടെന്ന് ഞാൻ സ്വയം അവിടുന്ന് കർത്താവിനോട് പറയുക. അപ്പം കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞേച്ച് ഞാൻ ബാഗ് എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് എന്റെ പുറയിൽ ഒരാൾ വരുന്ന ഫീല് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഈ പുറയിലൂടെ ആരാടാ വരുന്നത്, എന്ത് എനിക്ക് അങ്ങ് ഇരിക്കാൻ പറ്റാത്ത ഒരു ഫീലിങ് വന്നിട്ട് എന്നെ ഒരു കൈ വന്ന് ചേർത്തങ്ങ് പിടിച്ചു. ഒരു കരം എന്നെ വന്ന് ചേർത്തങ്ങ് പിടിച്ചു. എന്നെ ആരാണ്ട് പിടിച്ചല്ലോ എന്ന് ഞാനിങ്ങനെ നോക്കിയിട്ട് ആരെയും കാണാനില്ല. അന്ന് എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി പാസ്റ്ററെ. എനിക്കിപ്പോ 14 വർഷമായി, എനിക്ക് വലിയ ശ്വാസം മുട്ടൽ ഒന്നുമില്ല. പക്ഷെ ഇത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അതിന്റെ 3 ദിവസം സുവിശേഷ വേലയ്ക്ക് നടന്ന സ്ഥലത്ത് സുവിശേഷം പറയാൻ ചെന്ന വീട്ടില് ഒരു തണുത്ത വെള്ളം തന്ന് എനിക്ക് പ്രശ്നം ഉണ്ടായി. അന്നും എനിക്ക് പ്രശ്നം ഉണ്ടാകാം. പക്ഷെ ഇപ്പം 13 വർഷമായിട്ട് എന്റെ 10 പൈസ എന്റെ കർത്താവ് ആശുപത്രി കൊടുക്കാതെ ശ്വാസം മുട്ടിനെ എനിക്ക് മാറ്റി തന്നു. ഒറ്റ പൈസ ചെലവില്ലാതെ എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ പിടിച്ച് സൗഖ്യമാക്കി. അങ്ങനെ പിടിച്ച് സൗഖ്യമാക്കിയപ്പോഴും സംശയങ്ങൾ ചിലർക്ക് വരും. കർത്താവിന് അല്ല പിശാചാണോ എന്നുള്ള ചിന്ത വരുന്നവരുണ്ട്. നമ്മളെ ഇങ്ങനെ നമ്മുടെ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അത് പിന്നെ കർത്താവാണോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പക്ഷെ കർത്താവിനെ കൈയുള്ളൂ, പിശാചിന് കൈയില്ലെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഇന്നും, ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനാണ്. ഞാൻ പിന്നെ എന്റെ ബ്ലഡ് 6 മാസം കൂടുമ്പോൾ നോക്കും. ഞാൻ നോക്കി എന്റെ ബ്ലഡിനകത്ത് എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഡോക്ടറെ കാണാൻ പോണത്. ഇന്ന് എന്റെ ബ്ലഡ് നോക്കിയിട്ട് ആകെ ഉള്ളത് എന്റെ ബ്ലഡിലുള്ള ഈ സെലിയോസിൻ എന്ന് പറയുന്ന സെല്ല് 3 ഉള്ളൂ. ഒരു നോർമൽ വ്യക്തിക്ക് 7 വരെയാകാം. പക്ഷെ അതോടുകൂടി എന്റെ ശരീരം ഹീറ്റായി പോയി പാസ്റ്റർ. ഹീറ്റായി എന്ന് പറയാൻ ഭയങ്കര ചൂടായി. എന്റെ പ്രാണനാഥനാണ് എന്നെ പിടിച്ചേക്കുന്നത്. എന്നെ തൊട്ടവൻ നിസാരക്കാരനുണ്ട്. ഈ അണ്ടകടാങ്ങളെ സൃഷ്ടിച്ച എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയത് അത് വെറുതെ പറയാനല്ല. എന്നെ കർത്താവ് അങ്ങ് ഹീറ്റാക്കി. 14 വർഷമായിട്ട് എനിക്ക് AC ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് AC വേണം. എന്റെ കർത്താവ് എന്നെ AC കിടക്കുന്നു. AC കിടക്കുന്നെന്ന് ഞാൻ പറയുന്നത് ഇതായിട്ട് പറയുന്നതല്ല. AC ഇപ്പം സാധാരണയാണല്ലോ പാസ്റ്ററെ. ആർക്കും AC വേണ്ടാടിയൊന്നുമില്ല. ഇപ്പൊ എല്ലാ വീട്ടിലും AC ഉണ്ട്. പക്ഷേ എന്നെ ശ്വാസം മുട്ടും വലിവുമുള്ള എന്നെ 14 വർഷമായിട്ട് AC ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതേ പരു എന്റെ കർത്താവാക്കി. അതെന്റെ സാക്ഷ്യമാണ്. അത് കഴിഞ്ഞ് കർത്താവുമായിട്ട് ഓരോ ദിവസങ്ങളിൽ കർത്താവ് എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും എന്നോട് സംസാരിക്കുന്നു. ശബ്ദങ്ങൾ തന്ന് സംസാരിക്കുന്നു. അങ്ങനെ കർത്താവ് എന്നെ പല പല എനിക്ക് ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് പല പല സംശയങ്ങളുണ്ട്. അപ്പൊ ഞാൻ പിന്നെ പ്രശ്നങ്ങളുള്ളപ്പോഴാണല്ലോ നമ്മൾ കൂടുതലും പിന്നെ നമ്മൾ ഓരോ കാര്യത്തിൽ ആശ്രയിച്ച് നമ്മളോട് കർത്താവിനോട് സംസാരിക്കും, ചോദിക്കും. ഞാനിങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, അപ്പച്ചാ യേശു അപ്പൊ എനിക്കതെല്ലാം അറിയണം, അല്ലെ എന്നോട് പറയണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന ദൈവമുണ്ട്. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഒരു 2013 ഇങ്ങനെ എന്റെ മോനെ ശുശ്രൂഷ നിൽക്കുന്നു. പിന്നെ പാസ്റ്റർ അറിയില്ലെന്നോർത്ത് ഞാനൊരു മീറ്റിങ്ങിന് പോയി. അപ്പൊ വൈകിട്ട് ഒരു 10 മണിയാകുമ്പോൾ മോൻ പള്ളിയിൽ നിന്ന് വരും. അപ്പൊ അവനും അറിയണ്ടെന്നോർത്ത് ഞാൻ ഒരു YMCയിൽ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് അവിടെ 10 മണിയായപ്പോൾ യോഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി പോരാൻ വേണ്ടി ഞാൻ ഏറ്റവും ഫ്രണ്ട് വാതൊക്കെ പോയി നിന്നപ്പോഴത്തേക്ക് എന്നെ വിളിക്കുകയാണ് പാസ്റ്റർ വിളിച്ചു ദൂരെ നിന്ന്. ആന്റി ഇനി ഓടി വരാൻ പറഞ്ഞു. ദൂരെയാ നിൽക്കുന്നത്, ഓടി വരാൻ പറഞ്ഞു. അപ്പൊ എന്നെയാണെന്ന് ഞാൻ ചോദിച്ചു ഓടിച്ചെന്നു. അപ്പൊ എന്റെ മനസ്സിലുണ്ട് ഈ ചെറുക്കൻ വരുന്നതിന് ഇപ്പുറം തന്നെ എനിക്ക് വരണം. അപ്പൊ എന്റെ ചെറുക്കനും അറിയില്ല, എന്റെ പാസ്റ്ററും അറിയില്ല, ഞാൻ വേറെ ചർച്ചിലൊക്കെ നടക്കുന്നൊന്നും അറിയരുത് എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ എന്നിട്ട് എന്നെ അങ്ങോട്ട് അങ്ങോട്ട് നിർത്തിയിട്ട് ആ പുള്ളി ഒരു അരമണിക്കൂറോളം നിന്നെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടു, നിന്നെ ജാതികളുടെ പ്രവാചികയായിരിക്കുന്നു, നിനക്ക് അറക്കാനും മുടിക്കാനും ഞാൻ അവകാശം തന്നിരിക്കുന്നു എന്നും പറഞ്ഞു ഒരു അരമണിക്കൂർ ദൂതങ്ങ് പറഞ്ഞു. എല്ലാത്തിന്മേൽ നിനക്ക് അവകാശം തന്നു. ഇതൊക്കെ കേട്ടേച്ച് ഞാൻ ശരി പറഞ്ഞു. ഞാനും ചിരിച്ചു കളിച്ച് വീട്ടിൽ വന്നേച്ച് ഞാൻ വന്ന് കട്ടിലിരുന്ന് വെച്ച് പറഞ്ഞു, കർത്താവേ, അപ്പച്ചാ ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് വിശ്വസിക്കണേ നീ പറയണം. എന്നെ ഉദരത്തിൽ വെച്ച് കണ്ടെങ്കിൽ നീ സംസാരിക്കാതെ ഞാൻ വിശ്വസിക്കില്ല അപ്പച്ച എന്ന് പറഞ്ഞ് ഞാൻ ആ അപ്പച്ചനോട് കൊഞ്ചി പറഞ്ഞു കിടന്നു. അന്ന് വെളുപ്പാൻ കാലം വ്യാഴമാണ് ഞാൻ പോകുന്നത്. വെള്ളിയാഴ്ച വെളുപ്പാൻ കാലത്ത് എന്റെ മുറിയിൽ ഒരു വെട്ടം ഇഞ്ഞു വന്നു. വെട്ടം വന്നിച്ച് എന്നോട് പറയാണ്, ഇരമ്യാവ് ഇരമ്യാവ് ഇരമ്യാവ്.
അപ്പൊ എഴുന്നേറ്റ് 3:30 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ആ ശബ്ദം കേട്ട് എഴുന്നേറ്റ് പറഞ്ഞു, ഇരമ്യാവ് 1:4 പറയണം, നിന്നെ ഞാൻ രമ്യാവിനോട് പറഞ്ഞു, അമ്മയുടെ അതേ തൂത് എന്നോട് കർത്താവ് പറഞ്ഞു. അന്നു മുതൽ ഒരു പെരുമഴയാണ്. കർത്താവ് സംസാരിക്കുന്നു, എന്നോട് പുറകെ നടക്കുന്നു, എന്നെ പല സ്ഥലത്ത് അയക്കുന്നു. ഇതെല്ലാം എന്റെ ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങളാണ്. സംസാരിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും സംസാരിക്കും, കർത്താവ് സംസാരിക്കുവോ എന്ന്, വചനം കൊണ്ടാ സംസാരിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പൊ എന്നോട് ലൈവായിട്ട് സംസാരിക്കണം, കർത്താവ് എന്നോട് സംസാരിക്കും എന്ന് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ 2014 ആയപ്പോഴത്തേക്ക് കർത്താവ് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ്, എന്റെ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനാണ്. എന്നെ പൊന്നുപോലെ എന്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഒന്നിനും വരുന്നത്, പക്ഷെ ഇച്ചിരി മദ്യം കഴിക്കും. പെന്തക്കോസിലാണ് ഞങ്ങൾ, എല്ലാം പെന്തക്കോസിലാണ്. പക്ഷേ അന്നൊരു ദിവസം ഞായറാഴ്ച, ഒരു 2014 ഞങ്ങള് പോയി യോഗം എല്ലാം കൂടി സന്തോഷമായിട്ട് വന്നു. വൈകിട്ട് കൂട്ടും കൂടി വന്നപ്പോഴത്തേക്ക് പുള്ളി ഇച്ചിരി മദ്യപിച്ചു. അപ്പം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ഞാന് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയുമില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ പറഞ്ഞ ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു 11 മണി രാത്രിക്ക് ഞാനിങ്ങനെ കട്ടിന്റെ ക്രാസിയിൽ ഇങ്ങനെ തലയും വെച്ചിട്ട്, ഈ പുള്ളി നല്ലപോലെ ഉറങ്ങുന്നുണ്ട്, കാരണം മദ്യപിച്ചിട്ട് നല്ലപോലെ ഉറങ്ങും. ഞാനിങ്ങനെ കട്ടിന്റെ ക്രാസിലോട്ട് തല വെച്ച് ഇങ്ങനെ തല പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് ഞാൻ കണ്ണടച്ച് ചിന്തിക്കുന്ന ഒരു, എന്റെ ദൈവമേ, ഇനി ഇങ്ങനെ ഇന്ന് തിരുവത്താഴം എടുത്തിട്ട് ഈ മനുഷ്യൻ കുടിച്ചല്ലോ, ഇത് എന്താ വരുന്ന, തലമുറയ്ക്കും കൂടെ പാവം വരുമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കിടന്ന് ദൈവത്തോടങ്ങ് വിഷമിക്കുകയാണ്. എന്റെ ഹൃദയം അങ്ങ് പകരുക. ഞാൻ കണ്ണടച്ചുകൊണ്ട് കിടന്നാണ് കട്ടിന്റെ ക്രാസിൽ തല വെച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, കർത്താവിനോട് ഇങ്ങനെ സങ്കടപ്പെടുക. ആ സമയത്ത് ഞാനൊരു ദർശനം കാണുകയാണ്. ആ സമയത്ത് എന്റെ അരികിലോട്ട് 2 പേര് വന്നു. ഒരാള് വെള്ള വസ്ത്രമിട്ട്, ഫുൾ വസ്ത്രമാണ്, യഹൂദന്മാരുടെ അതേ വസ്ത്രമാണ്. ഒരാള് പിന്നെ യോഹന്നാൻ സ്നാപകന്റെ ആ തോലിട്ട പോലുള്ള ഒരു ഉടുപ്പിട്ട്, അതും ഫുൾ വസ്ത്രമാണ്. 2 പേര് എന്റെ അരികിലോട്ട് വന്നു. എന്റെ അരികിൽ നിന്ന ആളായി അടുത്ത കൈ കൊണ്ട് എന്റെ തല ഇങ്ങനെ പൊക്കി പിടിച്ചു. തല ക്രാസിയിലാണ് എന്റെ കയ്യിലിരിക്കുന്നത്. എന്റെ തല ഇങ്ങനെ ക്രാസിയെന്ന് പൊക്കി പൊക്കി പിടിച്ചേച്ച്, മറ്റേ ആൾ ആ തൊട്ടിയില് നെയ്യാ ഞാൻ കാണുന്നത്. ആ നെയ്യ് ഇങ്ങനെ തൊട്ടിക്കകത്തുനിന്ന് എടുത്ത് എന്റെ തലയിൽ 3 പ്രാവശ്യം ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് അവരങ്ങ് പോയി. ഞാൻ ഉറക്കം, എന്റെ മയക്കം മാറ്റി. ഞാൻ പെട്ടെന്ന് ഏറ്റിട്ട് പറഞ്ഞു, എന്റെ ദൈവമേ, എനിക്ക് ശ്വാസം മുട്ടലുണ്ട്, എന്റെ ഈ എണ്ണ പറ്റിയില്ലെന്ന് ഞാൻ തല ഇങ്ങനെ തുടയ്ക്കുക. എന്റെ ഈ 5 വിരലിലും എണ്ണ, 5 വിരലിലും എണ്ണ. അവിടെയും കർത്താവ് അഭിഷേകം. അന്നു മുതൽ എന്റെ ഹസ്ബൻഡ് കുടിച്ചിട്ടില്ല. എന്റെ ഹസ്ബൻഡ് അന്നുകൊണ്ട് കുടി നിർത്തി. പിന്നെ ഒരിക്കലും ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ പോലെ നല്ലൊരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല എന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ ദൈവം കണ്ട ഒരു കുടുംബം. ഞാൻ ഒരു ഒരു വിശ്വാസി ആയിരുന്നപ്പോൾ ഒരു അവിശ്വാസിയെ കല്യാണം കഴിച്ചു. പക്ഷെ ആ ആളെ നേടാൻ ദൈവം സഹായിച്ചു. ഇന്ന് പുള്ളി നല്ലൊരു വ്യക്തി, നല്ലൊരു കുടുംബനാഥനും എന്റെ നല്ലൊരു ഹസ്ബൻഡുമാണ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അതും കഴിഞ്ഞിട്ട് എന്നെ കർത്താവ് കർത്താവ് ഓരോ ദിവസവും എന്നെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നു, കർത്താവ് എന്നെ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം വെള്ളിയാഴ്ച യോഗത്തിന് പോകാൻ വേണ്ടി, ഞങ്ങൾക്ക് ഈ വൈറ്റിലാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഒരുങ്ങി. കുഞ്ഞച്ചാനോട് വണ്ടിക്കൂലിയൊക്കെ മേടിച്ചു. ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങി. ബെഡ്റൂമിനകത്ത് ഞാൻ മുഖമൊക്കെ ഇച്ചിരി പൗഡർ ഇട്ട് മിനുക്കിയിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് അലമാരിലോട്ടൊന്ന് നോക്കിച്ച് വന്ന വഴി അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന്, എനിക്ക് സഭയിൽ 3-ാമത്തെ സീറ്റിൽ ഇരിക്കണം. ഞാൻ പുറയിലിരിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല, ഏറ്റവും മുന്നേ ഇരിക്കാൻ. 3-ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്നും എനിക്ക് പോയിരിക്കണം. സഭ തുടങ്ങുന്നതിന് മുന്നേ പോകണം. അങ്ങനെ കുറച്ച് ചിട്ടകൾ എനിക്കുണ്ട്. അല്ലെ, എനിക്ക് ഒന്നിനും പുറയിലോട്ട് നിൽക്കണ്ട. എനിക്ക് എല്ലാത്തിനും കർത്താവിന് മുന്നേ, എന്നെ വെയിറ്റ് ചെയ്യാതെ കർത്താവിനെ വെയിറ്റ് ചെയ്തിരിക്കണം. അതാണ് എന്റെ ഒരു ചിട്ടയുണ്ട്. അപ്പൊ അതിനുവേണ്ടി പെട്ടെന്ന് ഇറങ്ങാൻ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഒരു മയക്കം അനുഭവപ്പെട്ട് ഞാൻ നേരെ വീഴുന്ന എന്റെ ബെഡ്റൂമിലെ കട്ടിലിലോട്ട് അങ്ങ് വീഴുക. അപ്പം എന്റെ കൊട കയ്യിലുണ്ട്, കൊട തെറിച്ചു പോയി. ബാഗ് എന്റെ തോളെ കിടപ്പുണ്ട്, തോളയിലിട്ടിട്ടുണ്ട് ബാഗ്. അപ്പൊ ഞാൻ കിടന്നപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കണ്ണടഞ്ഞു പോയി. എനിക്ക് ദർശനങ്ങൾ ഇങ്ങനെ തരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, എന്റെ ദൈവമേ, ഞാൻ എണ്ണീച്ചു പോയി. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സമയം പോയി, എനിക്ക് എണ്ണീച്ച് പോകണ്ടെന്ന് ഇങ്ങനെ ഞാൻ ചിന്തിച്ച സമയത്ത് കർത്താവ്, ഞാൻ കാണുന്ന ഒരു ദർശനം, എനിക്ക് അന്ന് ഏപ്രിൽ മാസമാണ്. ഒരു ഷോൾ ഇങ്ങനെ ആകാശത്തുനിന്ന് വരികയാണ്. ഷോൾ വന്ന് ഞാനിങ്ങനെ നേരെ മലന്ന് കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ഷോൾ ഇങ്ങനെ വന്ന് എന്റെ കഴുത്ത് മുതൽ താഴോട്ട് അങ്ങ് ഷോള് വീണു. ഷോള് വീണപ്പോ ഞാൻ ഓർത്ത്, എന്റെ ദൈവമേ, ഭയങ്കര ചൂടാണല്ലോ,
ഇപ്പൊ ഈ ഷോൾ ഇട്ട് പുതപ്പിച്ചേക്കുന്നു എന്ന് ഞാൻ മനസ്സിൽ കരുതുക. കണ്ണ് മാത്രമേ അടഞ്ഞിരിക്കുന്നുള്ളൂ, ഞാനായിട്ടിരിക്കും. അന്നോർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോഡിയം കൊണ്ട് എന്റെ മുന്നിൽ അങ്ങ് വെച്ചു. പോഡിയം, അത് ഞങ്ങളുടെ പള്ളിയിലെ പോഡിയമാണ്, ഞാൻ കാണും. അത് മുന്നേ കൊണ്ടുവച്ചു. മുന്നേ കൊണ്ടുവച്ച് ഒരു ഉപദേശി വന്നങ്ങ് നിന്നു. ഉപദേശി എന്ന് പറഞ്ഞാൽ വെള്ള ഷർട്ട് ഇട്ടിട്ട നല്ല ചെറുപ്പക്കാരൻ, ഒരു 35 വയസ്സേ ഉള്ളൂ. ഉപദേശി വന്നങ്ങ് നിന്നേച്ച് ബൈബിൾ. അപ്പൊ ഉപദേശിയുടെ മുഖം മറച്ചു വെച്ചേക്കുക, മുഖം കാണിക്കുന്നില്ല. ഉപദേശി വന്ന് നിന്നേച്ച് എന്നോട് പ്രസംഗിക്കാൻ എബ്രായർ 3-4 അധ്യായം പ്രസംഗിച്ചു. 12:30 വരെ ക്ലാസ് എടുത്തു. അപ്പൊ മുഖം മൂടി വെച്ചേക്കാണ്. നല്ല വെളുത്ത, നല്ല ഫുൾ കൈയിൽ ഷർട്ട് ഇട്ട, നല്ല വെള്ളയാണ് ആള്, പക്ഷെ സ്മാഷ് ആക്കി മുഖം വെച്ചിട്ട് അവസാനം 12:30 ആയപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഞാൻ വസിക്കുന്ന ഭവനമാണ്, നീ ഞാൻ വസിക്കുന്ന 3 പ്രാവശ്യം എന്നോട് പറഞ്ഞു. നീ ഇത് പറഞ്ഞേച്ച് ക്ലോസ് ചെയ്തു. ഞാൻ എഴുന്നേറ്റു, യോഗം കൂടി. അന്നത്തെ യോഗം കഴിഞ്ഞു. ഇങ്ങനെ കർത്താവ് ഓരോ നിമിഷങ്ങളിലും എന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആ നെഞ്ചിലാ ചാരുന്നേ. അതുകൊണ്ട് പ്രതികൂലമില്ലെന്നല്ല പാസ്റ്ററെ, എനിക്ക് പ്രതികൂലമുണ്ട്, പക്ഷെ അതിനെ വെട്ടിമുറിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് പ്രതികൂലം അന്നേരം ഉണ്ട്, വെട്ടിമുറിച്ച് മുന്നോട്ട്. അങ്ങനെ ഒരു ദിവസം ആങ്ങളെ വിളിച്ചെന്നെ, ബാംഗ്ലൂരിൽ നിന്ന് എന്റെ ആങ്ങളെ വിളിച്ചു പറഞ്ഞു, എടി നീ പിന്നെ നാളെ ഇവിടെ ഒരു മീറ്റിംഗ്, ഒരു ദേവദാസം വരുന്നുണ്ട്, പല്ലൊക്കെ സ്വർണ്ണ പല്ലാക്കും, പിന്നെ നിന്റെ പാസ്ബുക്കും ATM കാർഡും ഒക്കെ എടുത്തോണ്ട് പോവാ. അപ്പൊ ഞാനോർത്ത് പല്ലൊക്കെ സ്വർണ്ണ പല്ലാക്കുകയാണ്, എന്നാ പോവാൻ, നമ്മൾ സ്വർണ്ണം ഉപയോഗിക്കില്ലല്ലോ, എന്നാ നമുക്ക് പോവാം, കാശിനൊക്കെ ആവശ്യമുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനും ഹസ്ബൻഡും കൂടെ രാവിലെ വണ്ടി കയറി ഞങ്ങൾ അവിടെ വൈകിട്ട് ചെന്നു. വെള്ളിയാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ യോഗത്തിന് 4 പേരും കൂടെ പോയി. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, മെമ്മറീസിന്റെ പാസ്റ്റർ ചർച്ചിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അന്നത്തെ ദിവസം എന്തോ പ്രശ്നം കൊണ്ട് 2000 പേരൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഏറ്റവും പുറയിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ 1 മണിയായി, ഒറ്റ മണിയായപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ചെന്ന് ഇരുന്ന് ഈ ദൈവത്തിന്റെ ദാസനെ കണ്ടത് എനിക്കൊരു നെഗറ്റീവ് ഒക്കെ തോന്നി. തലമുടിയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നു, അങ്ങനെ വെച്ചേക്കുന്നു എന്നൊക്കെ തോന്നി, എനിക്ക് നെഗറ്റീവ് തോന്നി. അപ്പൊ ഞാൻ ഓർത്തു, ഈ നെഗറ്റീവ് ഒക്കെ ഈ ഒക്കെ ആളാണോ ഈ പറയുന്നതെന്നൊക്കെ എന്റെ മനസ്സിൽ ചിന്തയുണ്ട്. അതൊരു നമ്മൾ ചിന്തിക്കുന്ന ഒരു മനസ്സ് വരും. അങ്ങനെ എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ ആദ്യം ആളെ ഒന്ന് നോക്കും. അപ്പൊ അങ്ങനെ നിന്നിട്ട് 1 മണിയായപ്പോ എല്ലാരും ഏക്കം പറഞ്ഞു, എല്ലാരും ഏറ്റു. അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും നിങ്ങളുടെ അടിവയറിന്മേൽ കൈവെക്കാൻ പറഞ്ഞു. അടിവയറിന്മേൽ കൈവെക്കും. ഞാൻ എന്റെ അടിവയറിലോട്ട് കൈവെക്കും, സമുദ്രം ഇളകി മറിയുന്ന പോലെ ഒരഭിഷേകം, എനിക്കത് പറയാൻ പറ്റില്ല. എന്റെ വയറയിൽ ഒരു അഭിഷേകം ദൈവം തന്നു. ആ അഭിഷേകം നിറച്ചാണ് എന്നെ ഇങ്ങോട്ട് വന്നത്. എന്റെ കൂടെ നിന്നവർക്ക് ആർക്കും ഒന്നും അനുഭവപ്പെട്ടില്ല. അങ്ങനെ 2016 ആയപ്പോഴത്തേക്ക് അഭിഷേകങ്ങളെല്ലാം കൊണ്ട് ഒരാള് പിന്നെ ആ അഭിഷേകം കിട്ടിയ പിന്നെ ഒരാൾ എന്റെ അടുത്ത് വന്നിരുന്നാൽ അവരെ കുറിച്ചുള്ള ക്യാമറ വെച്ച് ഫോട്ടോസ്റ്റാറ്റ് പോലെ കർത്താവിനെ കാണിക്കും. കൂടോത്രം, കൈവശം, പൈശാചികമുള്ളവരുടെ ആ ബന്ധനങ്ങൾ എന്നിൽ വെളിപ്പെടുത്തുകയാണ്. എന്നിലാണ് വെളിപ്പെടുത്തുന്നത്. അതെല്ലാം കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ എന്റെ ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം പല പ്രതികൂലം വന്നപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനകത്ത് പറയുകയും ആ വെള്ളം കൊടുക്കുകയും, ഇങ്ങനെ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ ഓരോ വ്യക്തികളെ അവരെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ അതെല്ലാം ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ദൈവം തന്ന ഗിഫ്റ്റാണ്, അത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോയി. ഓരോ ദിവസങ്ങളിലും കർത്താവ് എനിക്ക് കൃപ തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ പോകുമ്പോഴും നമുക്ക് പ്രതികൂലങ്ങളുണ്ട്, നമുക്ക് പ്രയാസങ്ങളുണ്ട്. നമ്മളോട് സംസാരിക്കുന്ന പല രീതിയിലും സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രതികൂലം, നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന രീതിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നതല്ല, ദൈവം തരുന്നതിന് നമുക്ക് തടയിടാൻ പറ്റില്ല. കർത്താവ് ഇഷ്ടപ്പെടുന്ന, അമ്മയുടെ ഉദരം മുതൽ കണ്ടു അല്ലെ കരങ്ങളിൽ കോറിയിട്ടെന്ന് പറയുന്ന ദൈവം കള്ളം പറയില്ല. ആ ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റുകൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെ സംശയിക്കുന്ന കണ്ടിട്ടുണ്ട്, നമ്മളെ പല രീതിയിലും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടുന്നെല്ലാം കർത്താവ് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആശ്വസിപ്പിക്കും. ഞാനാ നിനക്ക് തന്നേക്കുന്ന ഗിഫ്റ്റ്, അല്ലാതെ മനുഷ്യനല്ല. നിനക്ക് മനുഷ്യനിൽ നീ ആശ്രയിക്കണ്ട, മനുഷ്യൻ പറയുന്ന നീ കേൾക്കണ്ട എന്നും പറഞ്ഞ് കർത്താവ് എന്നെ ഓരോ നിമിഷവും എന്നോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2019 പിന്നെ കർത്താവ് അപ്പൊ എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ അതുപോലെ ചെയ്യുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ വിട്ടു നിൽക്കുന്നുണ്ട് പാസ്റ്റർ. എന്നാന്ന് ചോദിച്ചാൽ ഞാന്
ബർത്ത്ഡേ ആഘോഷിക്കുകയില്ല, വെഡിങ് ആനിവേഴ്സറി ഇല്ല. അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട ഒരു കാര്യം ഞാൻ കർത്താവിനോട് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നത് ചെയ്യില്ല. അത് ആര് പറഞ്ഞാലും ഒരാൾ ആഘോഷിക്കുന്നതിന് വെറുതെ വേണേ ഞാൻ കൂട്ടത്തിൽ ഇരിക്കും, പക്ഷെ ഞാനൊരു അവർക്കൊരു വിഷ് പോലും ചെയ്യാറില്ല. അത് ഞാൻ കർത്താവിനോട് പറഞ്ഞേക്കുന്ന, എനിക്ക് ഇതൊന്നും പറ്റില്ല, ഞാൻ ഇതൊന്നും ചെയ്യില്ല, എല്ലാവരും ചെയ്യുന്ന എനിക്ക് വേണ്ട, ഞാനൊരു വ്യത്യസ്തയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റി. അങ്ങനെ 2019 കോവിഡ് ഒക്കെ വന്നു, ഞങ്ങൾക്കും എല്ലാവർക്കും കോവിഡ് എല്ലാം വന്നു. കോവിഡ് വന്നു ഒരു ദിവസം. അപ്പൊ എന്റെ ഒരു സ്വഭാവം എല്ലാ ഞായറാഴ്ചയും എനിക്ക് പുതിയ വസ്ത്രം ഇടണം. ഏതാ കളറാണ് അന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ പുതിയ വസ്ത്രം ഞായറാഴ്ച ഒരു ടോപ്പ് ഇടണം, അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. അങ്ങനെ ഒരു നിർബന്ധത്തിൽ ഞാൻ ഒരു ദിവസം ഒരു ടോപ്പ് ഇട്ടു, പുതിയ ടോപ്പ് ഇട്ടുകൊണ്ട് ഞാൻ പള്ളിയിലോട്ട് ചെല്ലുകയാണ്. അപ്പൊ ഞാൻ പള്ളിയിലോട്ട് ചെന്ന് ആ മുറ്റത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് 3 സ്ത്രീകൾ കൂടിയിട്ട് അവർ ആ ആഴ്ചയിലെ സാരിയുടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ തമാശ രീതി ഈ സാരിക്ക് ഈ ടോപ്പ് ഇതിനൊക്കെ ഇത്ര വിലയാന്ന് അവർ വില പറഞ്ഞോണ്ടിരിക്കുക. ആ വിലയും കേട്ടോണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവർ ഈ വില പറയുന്നതും ഞാൻ പുതിയത് ഇട്ടുകൊണ്ട് ചെല്ലുന്നതും കേട്ടോണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ ഞങ്ങളുടെ ചർച്ചിന്റെ കഥ ഇങ്ങനെ തുറക്കുകയാണ്. ആ സമയത്ത് എന്നോട് എന്റെ നെഞ്ചത്തൊരു ഇടി പോലെ വന്നിട്ട് എന്നോട് ഒരാളങ്ങ് പറയാ, നീ ഇതിൽ നിന്ന് വ്യത്യസ്തയാവണം, നീ ഇതിൽ നിന്ന് വ്യത്യസ്തയാവണം. ഞാൻ കേൾക്കുകയാണ്, എന്നെ വിറച്ചുപോയി. ഞാൻ ആ ശബ്ദം കേട്ടിട്ട് ഹാർട്ട് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്, എനിക്ക് ഹാർട്ട് എന്റെ ഇടിക്കുകയാണ്. അപ്പം ഈ ശബ്ദം ഞാൻ അത്ര ഭീകരമായിട്ട് എന്നെ അങ്ങ് ടച്ച് ചെയ്തു. ഞാൻ അങ്ങ് കയറി വെച്ച് മുട്ടുമേ നിന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ മാറിയപ്പോ എനിക്കിനി ഇങ്ങനെ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഞാൻ കർത്താവിന്റെ മുന്നേ സറണ്ടർ ചെയ്താണ്. പിറ്റേ ആഴ്ച മുതൽ എന്റെ ദൈവം ദൈവമക്കളോ ഞാൻ പറയാണ്, ഞാൻ 2019 ഇന്നു വരെ എന്റെ ജീവിതകാലമൊക്കെയും ഞായറാഴ്ച വെള്ള വസ്ത്രമാണ് ഞാൻ ധരിച്ചത്. എന്റെ ചർച്ചിൽ 10,000 പേരുള്ള ചർച്ചാണ്, ഇപ്പം 500 പേരിലും ഉണ്ട്. അവിടെ ഞാൻ ഒരുത്തി മാത്രം വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് ചെല്ലും. ഞാൻ മാത്രം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. കർത്താവ് എനിക്ക് വസ്ത്രത്തോട് അങ്ങനൊക്കെ എനിക്ക് ഭ്രമം ഉണ്ടായിരുന്നു, അതെല്ലാം കർത്താവ് മാറ്റി. വസ്ത്രമോ എന്റെ അങ്ങനെ ഒരു 10 പൈസ കർത്താവ് കളയാൻ സമ്മതിക്കുന്നില്ല. അത് ഞാൻ തീരുമാനം, എന്റെ മരണം വരെ എന്റെ വെള്ള വസ്ത്രം എന്റെ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ ഞാൻ അതേ ഉപയോഗിക്കുള്ളൂ. ഞാൻ അങ്ങ് തീരുമാനം എടുത്ത് ദൈവം അങ്ങനെ ആക്കി. വഴിയെ പോകുന്ന ആൾ എന്നോട് വിളിച്ച് ദൂത് പറഞ്ഞു, നിന്നെ ഞാൻ വ്യത്യസ്തമായി നിർത്തിയേക്കുകയാണ്, നീ എന്റെ സാക്ഷ്യം പറയണം. കർത്താവ് അങ്ങനെ പറഞ്ഞു. ഓരോ സമയത്തും ഓരോ വ്യക്തികളുടെ അടുക്കലും ചെല്ലുമ്പോൾ ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ പറയും, ഞാൻ അവരെ കെട്ടിപ്പിടിക്കും, അവരെ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. അങ്ങനെയുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി 19 അങ്ങനെ മുന്നോട്ട് പോയി. 19ലാണ് ഞാനിങ്ങനെ ഇതാ അത് ആ 19 കഴിഞ്ഞും എനിക്ക് ദൈവം എല്ലാ കാര്യങ്ങളിലും ദൈവം എനിക്ക് തരികയാണ്. എനിക്ക് ഓരോ അഭിഷേകത്തിനും ഓരോ വ്യക്തികൾ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ മൊത്തം കർത്താവ് കാണിച്ചു തരും. ഓരോ വ്യക്തികളെയും നമ്മുടെ കൈ തരുമ്പോൾ അവർ ഇന്നതാണ്. പക്ഷെ എനിക്ക് അവരോടെല്ലാം പറയാൻ പറ്റില്ല. നമുക്കോ കാണിക്കുന്ന ദർശനങ്ങൾ നമുക്കെല്ലാം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി അവരോട് പറയാം, ഇന്ന ഒരു കാര്യമുണ്ട്. കാരണം നമ്മളെ ഒന്ന് വിശ്വസിച്ചാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ന പ്രശ്നമുണ്ട്, അത് അങ്ങനെയാണ്. അത് ചിലർക്ക് അത് സ്വീകരിക്കും. ഞാൻ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുവോ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പോകാറുണ്ട്. അങ്ങനെ 19, 20 അങ്ങനെയുള്ള അങ്ങനെ ഓരോ ദിവസങ്ങളിലും കർത്താവ് ഓരോ വിധത്തിലാണ് എന്റെ വിലാപ്പുറത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു തലവേദന 2 ദിവസമായിട്ട് തല പൊട്ടി പോവാണ്. തല പൊട്ടി പോകുന്ന സമയത്ത് കർത്താവ് ഞാനിങ്ങനെ ഒരു വെള്ളിയാഴ്ച ആതും. അപ്പൊ ഞാൻ വ്യാഴാഴ്ച യോഗത്തിന് പോകണം, എന്നാൽ പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കർത്താവ്, അപ്പച്ച എന്റെ തലവേദന 2 ദിവസമായല്ലോ തുടങ്ങിയിട്ട്, എന്നെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കിയ അപ്പച്ച, ഞാൻ അപ്പച്ചന്റെ ഓമനയല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കമന്നങ്ങ് കിടക്കുക. കാരണം എനിക്ക് തല പൊട്ടി പോവുകയാണ് 2 ദിവസമായിട്ട്. ആ നിമിഷം എന്റെ ഈ വിലാപ്പുറത്ത് ഒരു കൈ വന്ന് തലോടി ആ നിമിഷം സൗഖ്യമാക്കി. എനിക്ക് എന്റെ ശരീരം കർത്താവ് അത്ര മാത്രം വെളിപ്പെടുത്തി തന്നേക്കുക എന്റെ ദൈവദാസനെ. ദൈവമക്കളോട് ഞാൻ പറയണം, നമ്മളൊന്ന് ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിച്ച എന്നോട് കർത്താവ് ലൈവായിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ സാധിപ്പിച്ചു തരുമെന്നാ കർത്താവ് പറഞ്ഞു. അത് ഇന്നു വരെ സാധിപ്പിച്ചുകൊണ്ട് വരികയാണ്. ഇതിനകത്ത് ഇത്രയും എന്റെ ജീവിതത്തിൽ കർത്താവ് സംസാരിച്ച് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷയം വന്നാൽ അത് ലൈവായിട്ട് എന്നോട് ഏതെങ്കിലും ഒരു അവസരത്തെ എന്നോട് സംസാരിക്കും. 3 കൊച്ചുമക്കൾ ഇപ്പോഴുണ്ട്. എന്റെ മോന്റെ ആദ്യത്തെ കൊച്ചും മോളുടെ ആദ്യത്തെ കൊച്ചും കർത്താവ് അവരെ ഈ മോളുടെ കൊച്ചിന് എന്നോട് പറഞ്ഞു, ഗുഡ് ന്യൂസ് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു. ഗുഡ് ന്യൂസ്. എന്നെ മയക്കി കിടത്തിയിട്ട് പെട്ടെന്ന് ഞാൻ ചോദിച്ചു, അപ്പച്ച എന്താണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു, നിനക്ക് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു.
അങ്ങനെ ആ ദിവസം ആ മോള് പ്രഗ്നന്റ് ആയി. ആ കൊച്ചിന് ഞങ്ങള് പേരിട്ടേക്കുന്ന അബ്രഹാം എന്നാണ്. അതുപോലെ എൻ്റെ മോന് ആദ്യം ഒരു കുഞ്ഞുണ്ടായി. ഞാനും ഹസ്ബൻഡും കൂടെ കൈ കോർത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്ന് വൈകിട്ട് എന്നോട് കർത്താവ് പറഞ്ഞു അവള് ഗർഭിണിയാന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പോ എൻ്റെ മരുമോൾ എഴുന്നേറ്റ് വന്നപ്പം അവളുടെ മുഖം ബൾബ് പോലെ തെളിയുന്നു. ഞാൻ അവളോട് ചോദിച്ചൊരു സംഗതി ഉണ്ട്, എടി നീ ഫേഷ്യൽ ചെയ്തോന്ന് ചോദിച്ചു. ഇല്ല മമ്മി, ഞാൻ ഫേഷ്യല, പക്ഷെ നിന്റെ മുഖം പ്രകാശിക്കുന്നു, നീ ഗർഭിണിയാന്ന് കർത്താവ് പറഞ്ഞു. ആ 28ാം ദിവസം അവള് പിന്നെ ഛർദിച്ച്. ആ കുഞ്ഞിനും ഇട്ടേക്കുന്ന ആബി എന്നാണ്, ആബി. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയം എന്നോട് പ്രസവിക്കുന്ന ദിവസം പറഞ്ഞു. 5ാം മാസം എന്നോട് ആ കർത്താവ് പറഞ്ഞു, മോളുടെ കാര്യം പറഞ്ഞു. 5ാം മാസം കർത്താവ് എന്നോട് പറഞ്ഞു അത് സിസേറിയനാന്ന് പറഞ്ഞു കൊച്ച് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മരുമോളോട് പറഞ്ഞു, എടി മോളെ സിസേറിയനാന്ന് പറഞ്ഞു. വേണ്ട മമ്മി, ഞാൻ പ്രസവിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ അത് 8ാം മാസം 5 കർത്താവ് പറഞ്ഞു. 8ാം മാസം അഞ്ചാമത്തെ ഡേറ്റിൽ അവളെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി സിസേറിയൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഡോക്ടർ 2 ദിവസം കൂടെ വെച്ച് 7ാമത്തെ ദിവസം അവളെ സിസേറിയൻ ചെയ്തെടുത്തു. കാരണം കർത്താവ് എല്ലാ കാര്യങ്ങളും ഓരോ ദിവസങ്ങളിലും നമ്മുടെ വീട്ടിലെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, വ്യക്തികളുടെ കാര്യം, ഒരാൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അവരുടെ കാര്യം കർത്താവ് വെളിപ്പെടുത്തും. അങ്ങനെ എന്നെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം പിന്നെ കർത്താവ് ഇങ്ങനെ പാസ്റ്റർ സുരേഷ് ബാബുവിന്റെ ഒരു മീറ്റിംഗ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലാണ് ഇരിക്കുന്നത്. കൂടിക്കൊണ്ട് ഇങ്ങനെ ഞാൻ കസേരയിരുന്ന് ഞാൻ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കൂടുന്നു. വൈകിട്ട് 6 മണിക്കാണ്. അപ്പൊ എൻ്റെ കാലിൽ ഒരു ചെറിയ മുഴയുണ്ട്, കാലിന്റെ അടിയിൽ. അതൊരു ഇൻസിഡന്റ് ഉണ്ടായതാണ്. അപ്പൊ അതിങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പാസ്റ്റർ സുരേഷ് ബാബു പറഞ്ഞു, ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ ആ കസറയിൽ തെറിച്ച് വീണു, ആ കാലിലെ അന്നരെ പോയി, ഒരു മുഴ അന്നരെ മാറിപ്പോയി. അതുപോലെ തന്നെ സുരേഷ് ബാബുവിന്റെ ഒരു പിന്നെ ഒരു ദിവസം രാവിലെ ഞാൻ ഒരു ദിവസം 2022 ജനുവരി മാസം 1-ാം തീയതി ഞാൻ ടി വിയിലോട്ട് വന്ന് നോക്കിയപ്പോൾ സുരേഷ് ബാബുവിന്റെ ഒരു സുരേഷ് ബാബു ലൈവായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദരിയെ, ദേവദാസിയെ, നീ നിന്റെ മകനെ ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുത്തിരിക്കുന്നു, നിനക്ക് ഭവനമില്ല, നിനക്കൊരു വീട് മെയ് 9-നാകും ദൈവം തരും എന്നാണ് പറയണേ. ഞാൻ അപ്പൊ അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ സാധാരണ ഒരു മനുഷ്യരും പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കുന്നല്ല. അന്ന് ഞാൻ അങ്ങ് ഏറ്റെടുത്തു. അപ്പൊ ശരിയായിരിക്കും എന്നുള്ള രീതി ഞാൻ ഏറ്റെടുത്ത് അങ്ങനെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വന്നു. മെയ് 1-ാം തീയതി വന്നു, എനിക്ക് പെര കിട്ടിയില്ല. മെയ് 2 വന്നു, മെയ് 3 വന്നു, മെയ് 4 വന്നു, മെയ് 5 വന്നു, മെയ് 8 വന്നപ്പോഴത്തേക്ക് ഞാൻ ആകെ തകർന്നു. ഞാൻ മെയ് 8-ാം തീയതി ഞാൻ ഇരുന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഒരു വ്യക്തി പറഞ്ഞത് ചിന്തിച്ച് ശരിയാണോ അപ്പച്ച? എനിക്കത് ഭയങ്കര സങ്കടമുണ്ട് അപ്പച്ച. നീ അല്ലല്ലോ നീ ആ ദേവദാസൻ പറഞ്ഞെന്നും പറഞ്ഞാണല്ലോ ഞാൻ വിശ്വസിച്ചത്. അപ്പച്ചൻ എന്നോട് സംസാരിക്കുക, എനിക്ക് നാളെ 9 അപ്പച്ച, നാളെ അപ്പച്ചന് പറ്റും, എനിക്ക് ഇപ്പം തരാൻ പറ്റും, എനിക്ക് വീടിപ്പം തരാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് കർത്താവ് എനിക്കൊരു ദർശനം തരികയാണ്. എനിക്കൊരു ദർശനം വലിയതാണ്. ആ ദർശനം ഇപ്പോഴും ദർശനം പൂർത്തിയായിട്ടില്ല. പക്ഷെ ആ ദർശനത്തിന് ഒരവധി വെച്ച് കർത്താവ് എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. എന്നോട് പറഞ്ഞ കാര്യം ആ ദർശനം തന്നതോടുകൂടി എൻ്റെ ആ വീടെന്നുള്ള ആ ഒരു പ്രശ്നവുമാണ്. എൻ്റെ ജീവിതത്തിൽ അതില്ല. 5 വീടുണ്ടായിരുന്നു, ഇപ്പൊ ഒരു വീടുമില്ല. പക്ഷേ പട്ടണത്തിൽ എന്നെ ദൈവം മാനിച്ചു, ഒന്നിനും കുറവില്ലാതെ എന്നെ എൻ്റെ കുടുംബത്തെയും കർത്താവ് നടത്തുന്നു. ഞാൻ പിന്നെ വീടിന് വേണ്ടി പറഞ്ഞ് കർത്താവിനെ ബുദ്ധിമുട്ടിക്കുകയില്ലാന്ന് ഞാനൊരു തീരുമാനം എടുത്തത്. ഞാൻ എൻ്റെ ദൈവത്തിനാണ് ഒരു മകനുള്ളതിനെ കൊടുത്തേക്കുന്നത്. ആ ദൈവത്തിന് കൊടുത്തപ്പോൾ ആ ദൈവം നമ്മളെ നടത്തുന്നത് വലിയതായിട്ടാണ്. കർത്താവ് വലിയ കോടീശ്വരന്മാരെങ്ങനെ നടക്കാം, അതിലും ക്ഷേമമായിട്ട് കർത്താവ് നടത്തുമ്പോൾ എനിക്ക് എന്തിനു വീടെന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഒന്നിനും കുറവില്ലാതെ നടന്ന അരുമനാഥൻ, ഞാൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും കടക്കാരനല്ലെന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചിനെ കൊടുത്ത ആ കർത്താവ് എനിക്ക് വേറെയും പലതാണ് ചെയ്തിരിക്കുന്നത്. ദേവദാസനെ എന്നു വെച്ചാൽ എനിക്ക് എൻ്റെ ശരീരത്ത് ഓരോന്നും കർത്താവ് എനിക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒന്നിന് കുറവില്ലാതെ നടത്തുന്ന ഈ പട്ടണത്തിൽ, ഞാൻ വൈറ്റിലയുടെ പട്ടണത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് ഒന്നിനും ഒരു കുറവ് വരുത്താതെ, എന്നെ ഒന്നും നടത്താതെ, റോഡിന്റെ അടുത്ത് തന്നെ എന്നെ നടത്താതെ കർത്താവ് എന്നെ അങ്ങനെ കൊണ്ടു നടക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ കൊണ്ടു നടക്കുന്നു. എൻ്റെ മോനൊന്നും ബസ് കയറി യാത്ര ചെയ്യുന്നില്ല, അവനൊക്കെ കാറിലാണ് നടക്കുന്നത്.
അത് വർഷങ്ങളായിട്ട് ദൈവത്തിന്റെ സന്നിധി ചെല്ലുന്നതിന് മുന്നേ അവൻ അങ്ങനെ നടന്നു. ചെന്നപ്പോ ഒന്നിനും ഒരു കുറവില്ലാതെ കർത്താവ് നടത്തുന്നു. അവന് ഇവിടുത്തെ ബസൂലി എത്രയെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. കാരണം അവൻ കാര്യം നടത്തും. ഇതിൽ കൂടുതൽ കർത്താവ് ഒന്നും ചെയ്യാനില്ല. കർത്താവ് നടത്തുന്നത് വലിയ അനുഗ്രഹത്തിലും അത്ഭുതത്തിലുമാണ്. അതുകൊണ്ട് കുറവുകളില്ലെന്നല്ല, ഇല്ലായ്മകളില്ലെന്ന്, ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഉള്ളവനെക്കാട്ടി വലിയവനായിട്ട് നമ്മളെ നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കഴിഞ്ഞ വർഷം മെയ് മാസത്തില് കർത്താവ് അല്ലെ ഞങ്ങളുടെ സഭയില് ഒരു ഓൺലൈൻ മീറ്റിംഗ് വെച്ചു, ഒരാഴ്ചത്തേത്, കഴിഞ്ഞ മെയ് മാസത്തില്. ആ ഓൺലൈനിൽ വൈകിട്ട് നമ്മൾ കയറുകയാണ്, ഓൺലൈനിൽ കൂടി. അപ്പൊ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി 3 ദിവസം ലൈവായിട്ട് ആൾക്കാരെ വിളിച്ച് യോഗം വെച്ചു. ഞായറാഴ്ച തീരും, അതാണ് ആ യോഗം. അപ്പം വൈകിട്ട് നമ്മൾ ഓൺലൈനിൽ കയറും, കൂടും, എല്ലാം മിക്ക ദിവസവും കൂടും, ചില ദിവസം കൂടുതൽ. അങ്ങനെ ഇരുന്ന് വ്യാഴാഴ്ച ഞാൻ യോഗത്തിന് പോയി. അവിടെ ചെന്നു, പള്ളിയിൽ ചെന്ന് യോഗം കൂടി. വൈകിട്ട് പിന്നെ പോകാൻ മടിയായിട്ട് പോവാതെ വീട്ടിൽ 10 മണിയായപ്പോൾ ഞാൻ കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഇതിനു മുന്നേ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത നമ്മുടെ ലിജി സിസ്റ്ററാണ്. ലിജി സിസ്റ്ററിന്റെ അടുത്തല് എന്നെ ഒരു പ്രാവശ്യം കർത്താവ് അയച്ചു. ഒരു സാക്ഷ്യം പള്ളി പറഞ്ഞതാണ്. പള്ളി പറഞ്ഞപ്പം ഞങ്ങളുടെ പാസ്റ്റർ സത്യമാന്ന് പറഞ്ഞില്ല. അതെനിക്ക് ഭയങ്കര സങ്കടം. ഞാനപ്പം വീട്ടിൽ വന്നേച്ച്, അപ്പം ദൈവത്തിന്റെ പദ്ധതിയാ അത്. കാരണം അല്ലേ പാസ്റ്റർ അത് പറഞ്ഞാൽ ഞാനിപ്പോ ഇന്ന് ഈ മീറ്റിങ്ങിന് കൂടുകയില്ല, അത് ഉറപ്പാണ്. അപ്പം കർത്താവ് അത് അടപ്പിച്ച് പാസ്റ്റർ, ഞാൻ പറഞ്ഞു എന്റെ വലിവ് മാറ്റി, എനിക്ക് ഇങ്ങനെ ഒരു പാസ്പോർട്ടിന്റെ പ്രശ്നം പറഞ്ഞിട്ട് പാസ്റ്റർ മിണ്ടിയില്ല. അപ്പൊ എനിക്കത് ഭയങ്കര സങ്കടമായി. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിലത്തോട്ട് വീണ് കരഞ്ഞു. വന്ന് രാത്രി കർത്താവ് എന്നെ പറഞ്ഞു, എഴുന്നേറ്റ് നീ ഇന്ന സ്ഥലത്ത് പോകണം. അങ്ങനെ ശനിയാഴ്ച രാവിലെയാണോ, വ്യാഴമാണ്, ഏതോ ഒരു ദിവസം ഞാൻ ലിജിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ആ വീട്ടിൽ ചെന്നപ്പോ അപ്പൊ എനിക്ക് ഈ എണ്ണ കൊണ്ട് അഭിഷേകമൊക്കെ കിട്ടിയോണ്ട് ഞാൻ ഒരു സ്ത്രീകളെ കൊണ്ടോ എന്റെ തലയിൽ കൈവെപ്പിക്കുകയില്ല, ആരുടെ ആയിരിക്കും ഞാൻ തല കൊണ്ട് കൊടുക്കുകയില്ല. കാരണം എന്റെ തലയിൽ ആരും കൈവെക്കണ്ട. എന്റെ കർത്താവ് അഭിഷേകം ചെയ്ത തലയിൽ എനിക്ക് ഇനി അങ്ങനെ ഒരു അഭിഷേകം വേണ്ട. അതുകൊണ്ട് ഞാൻ ആരുടെ ആയിരിക്കും പോകാറില്ല, ഞാൻ എന്റെ തലയിലോട്ട് തുടിപ്പിക്കാറില്ല. അങ്ങനെയാണ് ഞാൻ നടക്കുന്നത്. അത് ചിലപ്പം തെറ്റായിരിക്കാം, പക്ഷെ എനിക്കത് വേണ്ടെന്നുള്ള ഇതില. അങ്ങനെ ചില കാര്യങ്ങൾ എനിക്കൊരു തീരുമാനമുണ്ട്. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ 10-30 പേരുണ്ട്. അവരുടെ ലേഡീസ് പ്രേയർ നടത്തുന്നു ലിജി സിസ്റ്റർ. അപ്പൊ ഞാനൊരു ഭിത്തിയോട് ചേർന്നിരുന്ന് എന്നെ തൊടരുതല്ലോ. അപ്പൊ എല്ലാം കഴിഞ്ഞ് അവസാനത്തെ ഒരു പാട്ടിന് കഴിഞ്ഞ ഒരു പ്രാർത്ഥന എന്നോട് പറഞ്ഞ, സഹോദരി നീ ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം എന്താ അറിയാമോന്ന് എന്നോട് ചോദിച്ചു. നീ രാജകീയ അഭിഷേകം കിട്ടിയ ആളാണ്. നിനക്ക് രാജ്യത്തിന്മേലും രാജാക്കന്മാരിലും അവകാശമുണ്ട്. നിനക്ക് ക്യാൻസറിന്മേലുണ്ട്, ഭൂതത്തിന്മേലുണ്ട്, രോഗാത്മാത്മേലുണ്ട്. നിനക്കില്ലാത്തൊന്നുമില്ല. നീ കൈവച്ചാൽ ഞാനാ കൈവെക്കുന്നത്. നീ ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ എന്റെ കാലാണ് അവിടെ വെക്കുന്നത്. എന്നോട് ഒരു അരമണിക്കൂർ എന്നോട് അവര് ഇത് പറഞ്ഞിട്ട് അവരെ എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പം അവിടെ വെച്ചൊരു വലിയ ദൂത്, അല്ലല്ലോ എന്റെ ഉള്ള ഒരു പ്രോബസി അവിടെ വെച്ച് അങ്ങ് വെളിപ്പെടുത്തുക. ആ പ്രോബസി തന്നെ 3 പേരെന്നോട്, 3 അഭിഷക്തന്മാര് ഇതുപോലെ എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ ചില സമയം ഓർക്കുന്നു, ക്യാൻസറിനേലൊക്കെ അവകാശമുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം അവർ മരിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പം മരിക്കാത്തവരും ഉണ്ട്. അപ്പൊ ഒരു ഓൺലൈനിൽ പ്രാർത്ഥിച്ച് മരിക്കാത്തവരും ഉണ്ട്. അങ്ങനെയൊക്കെ ഓർക്കുമ്പോഴും നമുക്കിത് അവകാശം ഉണ്ടല്ലോ എന്നോർക്കും. അങ്ങനെ മെയ് മാസം എന്റെ ശരീരത്ത് ഒരു ക്യാൻസർ സെല്ല് വളർന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ 6 മാസം കൂടുമ്പം എന്റെ ടെസ്റ്റ് ചെയ്യുന്ന, എന്റെ ശരീരത്തിൽ എന്തെങ്കിലും കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് എന്റെ ബോഡിയെ കുറിച്ചൊരു എനിക്കൊരു അറിവുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ വിഷമമോ വേദന വന്നാൽ ഞാൻ ഉടനെ അത് നോക്കും. ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്റെ അന്ന് 10 മണിക്ക് എന്റെ ശരീരത്തെ വെളിപ്പെടുത്തി കർത്താവ് തരുവാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ബ്രസ്റ്റിലാണ് വെളിപ്പെടുത്തുന്നത്. ഒരു അത്യന്ത ശക്തി എന്റെ ബ്രസ്റ്റിന് എന്റെ കർത്താവ് തന്നിട്ട് അത് പറയാൻ പറ്റില്ല. എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കരമായ വേദന വരികയാണ്, വിറയല് വരികയാണ്. തീക്കഷ്ണം ആയി ഞാൻ മാറുകയാണ്. അതേ കണ്ടീഷൻ എന്നെ ഒരു കർത്താവ് എന്നെ അങ്ങ് വൈബ്രേറ്റ് ചെയ്തു. ബ്രസ്റ്റിനാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു അരമണിക്കൂറോളം എന്റെ ശരീരത്തിൽ അത് വെളിപ്പെട്ടു. അപ്പം ഞാൻ കൈവച്ചു, കർത്താവെ എന്താന്ന് പറഞ്ഞ് കൈവച്ചു, പ്രാർത്ഥിച്ച് കിടന്നു. നേരം വെളുത്ത് കിടന്നു. അപ്പൊ അങ്ങ് അന്നേരം മാറി. അപ്പം ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ടും കർത്താവിന്റെ ഒരു അഭിഷേകം എനിക്ക് ഉള്ളതുകൊണ്ടും എനിക്ക് മനസ്സിലായി എന്റെ ശരീരത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരം എടുത്ത് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്നെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ എന്റെ ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 5 മണിക്ക് കുഞ്ഞച്ചാൻ വന്നേരെ നമുക്ക് ഡോക്ടറെ പോയി കാണാന്ന് പറഞ്ഞു.
അപ്പൊ 5 മണിയായപ്പോ എന്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോ ആ ഒരു സമയത്ത് എന്നോട് കർത്താവ് ഒരു 3 മണി സമയത്ത് കർത്താവ് എന്നെ ഇങ്ങനെ അങ്ങോട്ട് പോവണ്ട എന്നുള്ള രീതിയിൽ കർത്താവ് അവിടെ പോകണ്ട എന്നോട് കർത്താവ് പറഞ്ഞു, ആ ഡോക്ടറെ കാണാൻ പോകണം. അപ്പോഴത്തേക്ക് ഡോക്ടർ അപ്പം കുഞ്ഞച്ചാനോട് ഞാൻ പറഞ്ഞു, കുഞ്ഞച്ചാ ഇവിടെ പോകണ്ട, നമുക്ക് പോകേണ്ട വേറെ സ്ഥലത്താണ്. നമുക്ക് ഇവിടെ RCCയുടെ ഒരു ഇതുണ്ട്, നമ്മുടെ കലൂര് RCCയുടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അതിന്റെ ഒരു ചെറിയ ഇതാണ്, ഒരു ഡിസ്പെൻസറി പോലെ. RCCയുടെ സർക്കാരിന് തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ അവിടുന്ന് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ പെട്ടെന്ന് അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടും. അപ്പൊ അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ എന്റെ കുഞ്ഞച്ചാൻ പറഞ്ഞു, അവിടെ പോകുന്ന നാണക്കേടാ, ക്യാൻസർ കേന്ദ്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പോവാം എന്ന് എന്നോട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, അത് വേണ്ട, ഇവിടെ പോയാൽ ഒരു 10-25,000 രൂപ ഉടനെ തന്നെ കൊടുക്കണം, ഇത് വേണ്ട, അവിടെ പോകാം. ഞാൻ ഒരു ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു അവിടെ തന്നെ പോകാമെന്നും പറഞ്ഞ് ശനിയാഴ്ച രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്യാൻസർ അവിടെ പോവാണ്. അവിടെ ചെന്ന് ഡോക്ടർ എന്നെ പരിശോധിച്ചു, എല്ലാം എന്റെ ശരീരം കംപ്ലീറ്റ് പരിശോധിച്ചു. അപ്പം പറഞ്ഞു വേറെ കുഴപ്പങ്ങളില്ല, പക്ഷെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ബയോപ്സി എടുത്ത് അയച്ചു. ആദ്യം യൂട്രസിന്റെ ബയോപ്സി എടുത്തു, അത് അയച്ചു. അതിന്റെ റിസൾട്ട് 10 ദിവസം കഴിയുമ്പോൾ വന്നു, അത് നെഗറ്റീവാണ്. അപ്പൊ അതിന്റെ മേടിക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞച്ചാനെ ഇപ്പറേ നിർത്തിട്ട് ഞാൻ പോയി. അങ്ങനെ അത് മേടിച്ചു, അത് നെഗറ്റീവ്. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, അതിന് നിങ്ങൾ മറ്റു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി. ഇന്ദിരാഗാന്ധി എന്റെ ഹോസ്പിറ്റലിൽ തന്നെ പോയി. അവിടെ ഓപ്പറേഷൻ ചെയ്ത് ഒരു സ്പെസിമെൻ എടുത്തു. അത് ഇത് ബയോപ്സിക്ക് അയച്ചു. അത് ക്യാൻസർ ആയിരുന്നു, ക്യാൻസർ സെല്ലായിരുന്നു. അത് ഒരു 6 മാസം കഴിഞ്ഞാൽ യൂട്രസ് കംപ്ലീറ്റ് ഒരു 4 സ്റ്റേജ് വന്നു നമ്മൾ ഈ ലോകത്തിന് പോയതിന്. പക്ഷേ കർത്താവിന്റെ അഭിഷേകം, എന്റെ തലയിലുള്ള അഭിഷേകം, എന്റെ വയറിലുള്ള അഭിഷേകം, കർത്താവ് എന്നെ അത്രമാത്രം സ്നേഹിക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ക്യാൻസർ അവകാശം ഉണ്ടെന്ന്. പിന്നെ ആ ശത്രുവിന് എന്നെ വാഴാൻ പറ്റിയില്ല. അതെല്ലാം കർത്താവ് മാറ്റി. ഞാൻ ഇപ്പൊ ഈ കേൾക്കുന്ന ദൈവമക്കളോട് പറയാണ്, കൃത്യം മെയ് മാസമാണ് ഇത് കർത്താവ് പറിച്ച് ചെടി പോലെ പറിച്ചു മാറ്റി കർത്താവ് കാണിച്ചു. ഞാൻ ചോദിച്ച ഡോക്ടറെ കീമോ ചെയ്യണോ, റേഡിയേഷൻ ചെയ്യണോ, മരുന്ന് കഴിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ 45 വയസ്സിക്കുള്ള ലേഡി ഡോക്ടറാണ്, അത്രേ ഉള്ളൂ. ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ശരീരത്ത് അങ്ങനെ ഒരു രോഗമില്ല, അത് പറിച്ചു കളഞ്ഞു. പറിച്ചു കളഞ്ഞ് നിങ്ങൾ ഒരു മരുന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവകാശം തന്നത് കർത്താവാണ്, കർത്താവിന് അസാധ്യമായി ഒന്നില്ല. വേറെ ആൾക്കാണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടി, എനിക്കറിയാം, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് ആ ക്രെഡിറ്റ് വേണ്ട. പക്ഷെ പ്രാർത്ഥിക്കാനുള്ള അത് ആ ഒരു ആഗ്രഹം എനിക്ക് കർത്താവ് തന്നിട്ടോ, അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ദൈവമക്കളെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മൾ എന്തെങ്കിലും വില കൊടുത്താൽ അതിലുപരിയായി നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാനത് കണ്ടു, ഞാനത് കേട്ടു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭമാവും. മരണം മുന്നിൽ കണ്ടത് ഞാൻ ഈ സമയങ്ങളിൽ എന്റെ ചർച്ചില് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന 2 പേര് എനിക്ക് ഇത് വന്ന് പറിച്ചെടുക്കും, 2 പേര് ഭൂമിന്ന് മാറ്റപ്പെട്ട് പോയത് ഞാൻ കണ്ടു. അപ്പം അതിൽ കർത്താവ് എന്നെ എത്രമാത്രം ഞാൻ എപ്പോഴും അപ്പന്റെ ഓമനെന്നാ പറയുന്നത്. അപ്പന്റെ ഓമനെ എത്രമാത്രം സ്നേഹിക്കുന്നു, എന്റെ അപ്പന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എനിക്കൊരു ഭയങ്കര വിഷമം കിടപ്പുണ്ട്. എനിക്ക് അവകാശങ്ങൾ തന്നിട്ടുണ്ട്, അതിലോട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഈ TV കൂടെ ഇത് പറയാൻ എനിക്ക് തന്ന ദേവദാസന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ്. പിന്നെ എന്നെ മരണത്തിൽ നിന്നും വിടുവിച്ചു. കാരണം എന്നോട് കർത്താവ് ഒരുപാട് സംസാരിക്കും. ഓരോന്നും ഞാൻ കർത്താവിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ ഒരു കാര്യം ഈ കാര്യം ഞാൻ ഇത് ചോദിക്കണോ, ഞാൻ ഇത് പറയണോന്ന് ഞാൻ ബൈബിൾ എടുക്കും, ഞാൻ ചോദിച്ചു, കർത്താവെ ഇത് പറയണോ, പ്രൊസീഡ്, എനിക്ക് വചനം തരണം, അല്ലെ നീ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ ഈ ദേവദാസൻ മുഖേന ഇത് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റിയത്. അല്ലാതെ ഞാൻ പറയില്ല. കർത്താവ് യേശു പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ഇത് പറയണത്. കാരണം ഇത് അനേകര് കേൾക്കുന്ന സാക്ഷ്യമാണ്. അപ്പം എന്റെ സഭയിൽ 500 പേര് കേട്ടാ പോരാ. അതുകൊണ്ട് ആ ദേവദാസൻ അതല്ല, അങ്ങനെ ഇരുന്ന ദേവദാസനോട് എനിക്ക് ഒരു കയ്പുമില്ല, ഒന്നുമില്ല. കാരണം തക്ക സമയത്ത് ഫലം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതിനാണ് എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 22-ാം തീയതി, സെപ്റ്റംബർ 17-ാം തീയതി കർത്താവ് എന്നോട് പറഞ്ഞു 3 കാര്യം. കർത്താവ് എന്നോട് പറഞ്ഞു 3 കാര്യത്തിൽ ഞാൻ 2 കാര്യം കേട്ടില്ല. ഒരു കാര്യം ഞാൻ കേട്ടത്,
സെപ്റ്റംബർ 22-ന് നീ മരിക്കും എന്നാണ് പറയുന്നത്. 2 പ്രാവശ്യം ശക്തമായിട്ട് എന്നോട് പറയാണ്, സെപ്റ്റംബർ 22-ന് നീ മരിക്കും. ഞാൻ കേൾക്കുക ഈ ശബ്ദം രാത്രി. അപ്പൊ എനിക്ക് എന്റെ ശരീരത്തിനെല്ലാം ഒരു ബലഹീനമുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ഡെങ്കി ഉണ്ട് ശരീരത്തിൽ. ഞാൻ അത് അറിയുന്നില്ല, ഒരു മരുന്നൊക്കെ മേടിച്ചെങ്കിലും ഡെങ്കിയാണെന്ന് അറിയുന്നില്ല. അപ്പം ആ ഡെങ്കി വെച്ചുകൊണ്ടാണ് ഈ നടക്കുന്നത്. അപ്പൊ 17-ാം തീയതിയാണ് കർത്താവ് ഇത് പറയണേ. അപ്പൊ ഇവര് ഇപ്പൊ എന്റെ വീട്ടിൽ പറഞ്ഞാലും അവര് വിശ്വസിക്കുകയല്ലേ, ഇവളീ എന്താ ഈ പറയണമെന്ന് ഇവർ ചിന്തിക്കും. കാരണം മരിക്കുമെന്നൊക്കെ ദൈവം പറയുമോ, ഇതാണ് ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുമെന്നുള്ളത് മനസ്സിലാക്കി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത് വിശ്വസിച്ച് എന്റെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണോടി എന്ന് പറഞ്ഞു, ജൂലി ചിലപ്പോ ഞാൻ 22-ാം തീയതി മരിക്കും കേട്ടോടി എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹോമനേജ് അങ്ങനെ പറയരുത്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് അവിടെ, അവൾ എന്റെ സഹായിയാണ്, ഞാൻ അവിടെ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ കുക്ക് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഗിഫ്റ്റാണ്. ആ കുക്കിംഗ് എനിക്ക് ദൈവം തന്ന ദാനമാണ്, അത് ഗിഫ്റ്റാണ്. ഞാൻ അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവിടെ പഠിക്കുന്നവർക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഗിഫ്റ്റാണ്, ഞാൻ അത് ഭയങ്കര സന്തോഷമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവള് പറഞ്ഞു, അവനെ അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു. ആ സമയം അവൾ കരഞ്ഞു, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോ അവൾ കരഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പോ എടി പറയാൻ പറ്റില്ല, ചിലപ്പം ദൈവമല്ലേ പറഞ്ഞേക്കുന്നത്, ചിലപ്പം മരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് സീരിയസ് ആയിട്ട് എന്റെ ശരീരത്തിൽ ഡെങ്കി ഉണ്ട്, ഡെങ്കി നല്ല സീരിയസ്. അപ്പം മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ ഡെങ്കിയാന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ 21-ാം തീയതി ഞാൻ എന്റെ മോനോട് പറഞ്ഞു, എടാ എനിക്ക് ആശുപത്രി പോകണം, എനിക്ക് അവശനായി, ആശുപത്രി പോകണം. അപ്പം പറഞ്ഞു, മമ്മിക്ക് ഇന്ദിരാഗാന്ധിയുടെ മറ്റേ ഡോക്ടറെ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവൻ എന്നെ വഴക്ക് പറഞ്ഞെങ്കിലും അവൻ അന്നേരം കൊണ്ടുപോയി. ഞാൻ ഡോക്ടറിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നടക്കാനും ഒന്നും പറ്റില്ല ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോ ഈ ഡോക്ടർ എടുത്ത വായി പറഞ്ഞു, നിങ്ങൾ നടന്നല്ലേ വന്നു എന്ന് ചോദിച്ചു. എന്നെ കൊണ്ട് ഒരു വാക്കാ ഡോക്ടർ സംസാരിപ്പിച്ചില്ല. ഒരു 5 കാര്യത്തിന് എഴുതി തന്നതിനകത്ത് ഡെങ്കി എഴുതിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇത് മേടിച്ചുകൊണ്ട് ഞാനും ഹസ്ബൻഡും എന്റെ മോനും കൂടെ ഉടനെ തന്നെ ലാബിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, അവരെ പിള്ളേരോട് ചോദിച്ചു, മക്കളെ ഈ ഡെങ്കി നോക്കുന്നതിന് എത്ര രൂപ? 800 എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അന്നേരം ടെസ്റ്റ് ചെയ്ത് 2150 രൂപയായി. 800 രൂപയുടെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷെ 22-ാം തീയതി കൃത്യം ദിവസം, ദൈവം പറഞ്ഞ ദിവസം 22-ാം തീയതി 10:45 എന്നെ വിളിക്കുന്നു, നിങ്ങൾക്ക് ഡെങ്കിയാണ്. ഉടനെ എന്റെ മോൻ ഓടി വരുന്നു, എന്നെ കൊണ്ട് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പോകുന്നു. അഡ്മിറ്റ് ആക്കി ഡോക്ടറിലേക്ക് ചെന്നു. ഡോക്ടർ ആ മോനപ്പം ഡോക്ടറോട് ഇച്ചിരി സംസാരിച്ചു. കാരണം അവനും കണ്ടോണ്ടിരിക്കുക, നമ്മളൊരു രോഗവിവരം പറയാൻ പറ്റിയില്ല. അപ്പൊ അതാണ് നമുക്കുള്ള വിഷമം. അവനും സംസാരിച്ചു ഡോക്ടറോട്. എനിക്ക് പിന്നെ തീരെ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും ഞാനും സംസാരിച്ചു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഡെങ്കിയാണ് എന്ന് പറഞ്ഞു. ആ ശരി, ഞാൻ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് തന്നെ. അപ്പൊ റൂം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തിരിക്കുകയാണ്. അപ്പൊ 12:30 മണിയായി, 12:30 മണി. അപ്പം ഞാൻ 12:30 മണി കൃത്യമായപ്പോ എന്റെ ഹാർട്ട് ഇങ്ങനെ ഇടിച്ചു നിൽക്കുക. എന്റെ ഹസ്ബൻഡ് ഇപ്പറേ ഉണ്ട്, എന്റെ മോൻ അപ്പറേ ഉണ്ട്, അവരൊക്കെ ഫോണിലാണ്. ഞാൻ ഹാർട്ട് ഇങ്ങനെ ഇടിച്ചു നിന്ന സമയത്ത് ഞാൻ ഓർത്തു, കർത്താവേ നീ എന്നെ കൊണ്ടുപോവായി, പറഞ്ഞ പോലെ തന്നെ ചെയ്യുവാണല്ലോ. അപ്പൊ എനിക്ക് സംസാരിക്കത്തില്ല, ഞാൻ ഇങ്ങനെ ഛർദ്ദിച്ച് കുഴഞ്ഞു വീഴുകയാണ്. ഞാൻ ആ കുഴഞ്ഞു വീണ് എന്റെ കൈ ഇങ്ങനെ താഴോട്ട് പോയ സമയത്ത് എന്നെ 32 വർഷം അറിയാവുന്ന ഒരു നേഴ്സിന്റെ ദേഹത്തോട്ടാണ് ആ കൈ മുട്ടി. ഞാനിതൊന്നും അറിയുന്നില്ല, കൈ മുട്ടത്. ആ നേഴ്സ് അവിടെ ഇരുന്ന് കാറി ബഹളം ഉണ്ടാക്കി പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി എന്നെ രക്ഷപ്പെടുത്തി, ICUലൊക്കെ കയറ്റി രക്ഷപ്പെടുത്തി എന്നെ റൂമിൽ ആക്കി. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിനെ ചോദിച്ചു, കർത്താവേ അപ്പച്ച എന്തുവാ ഇത്, എന്നെ ഇങ്ങനെ എന്താ അപ്പച്ച എന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്നോട് ലൈവായിട്ട് പറയുമെങ്കിൽ, ഇവിടെ നിന്നെ ഞാൻ മഹത്വം കാണിക്കുന്നുണ്ട്. എന്റെ ദൈവമക്കളെ, 4-ാം ദിവസം എന്റെ ഡെങ്കി മാറ്റി എന്നെ വീട്ടിലയച്ചു. അതേ വർഷം, കഴിഞ്ഞ വർഷം എന്റെ ഹസ്ബൻഡിന് ഡെങ്കി വന്ന് 75,000 രൂപ ആശുപത്രി കൊടുത്തു. എന്നെ ഡെങ്കി വന്ന് 4 ദിവസം കിടന്ന് എന്റെ കർത്താവ് ജീവൻ തന്ന എന്നെ വീട്ടിൽ വിട്ടതിന് 12,000 രൂപയായി. ആ 4-ാം ദിവസം, 5-ാം ദിവസം ഞാൻ ചർച്ച ചെന്നപ്പോ എന്റെ ദൈവദാസൻ പറഞ്ഞു, ഓമന സിസ്റ്ററെ ഇവിടെ ജോലി ചെയ്യണ്ട, 1 മാസം റെസ്റ്റ് എടുക്കും. ആ ഞായറാഴ്ച ഞാൻ ഒരു ആരാധനയിൽ എനിക്കുണ്ടല്ലോ ആ ഫീലിംഗ് അങ്ങ് കിട്ടി. പിന്നെ ഞാൻ ഒരു കാര്യം, ഞാൻ ശക്തമായിട്ട് ആരാധിക്കുന്ന കൂട്ടത്തിലാണ്. എന്റെ 2 കൈയും പൊക്കി ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന സറണ്ടർ ചെയ്ത ഞാൻ നിൽക്കും. ഞാൻ നെടുമ്പാട് വീഴും ദൈവത്തിന്റെ സന്നിധി, ദൈവത്തിന്റെ ആലയത്തിൽ. ഞാൻ ആരാധിച്ച് ഓരോ ഞായറാഴ്ചകളും എന്റെ ആരാധനയിലാണ് എനിക്ക് വിടുതൽ തന്നേക്കുന്നത്. ആരാധന, അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരൊക്കെ എന്നെ കളിയാക്കുന്നവരുണ്ട്. ഞാൻ അപ്പച്ചനോട് പറയും, ഞാൻ ഇവിടെ വന്നെന്ന് അറിയണം,
ഞാൻ ഇവിടെ വന്നെന്ന് അറിയണം. 500 അല്ല 1000 പേര് വന്ന് ഓമനയുടെ ഒരു അല്ലലുയായും ഒരു സ്തോത്രവും ഒരാമയും പറിച്ചിട്ട് എന്റെ ദൈവം ഇറങ്ങി വരും. അങ്ങനെ ഞാൻ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് എന്റെ ദൈവത്തിനെ ആരാധിച്ച് എനിക്ക് ആരുടെ സപ്പോർട്ടുണ്ട്? അപ്പൻ കൂടെ ഉണ്ട്. മക്കൾക്ക് എന്തോന്നു, മക്കൾക്ക് വല്ലതും വേണോ? അപ്പൻ കൂടെ നിൽക്കുകയാണ്. മണവാളനുള്ളപ്പം തോഴന്മാർക്ക് ഉപവാസം എടുക്കേണ്ട ആവശ്യമില്ലെന്ന് കർത്താവ് പറഞ്ഞു. എന്റെ കർത്താവ് കൂടെ ഇരിക്കുകയാണ്. എന്റെ കർത്താവ് എന്നെ ഏത് സമയത്തും ചുമന്നുകൊണ്ട് നടക്കുന്നു. ദൈവമക്കളെ, എന്റെ ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു പ്രചോദനമാകണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മറിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഒരുമാതിരി ഓർത്ത കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഒന്ന് പറഞ്ഞാൽ അത് ചെയ്യും. എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. രണ്ട് മക്കളുള്ള ഒരേ ഒരു മകനെ പ്രാർത്ഥിച്ചു മേടിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ഞാൻ വെച്ചവളാണ്. അതിനുള്ള ആ ഗിഫ്റ്റുകൾ എനിക്ക് കർത്താവ് തന്നുകൊണ്ടിരിക്കുക. എന്റെ ദൈവമക്കളോട് ഞാൻ പറയാണ്, എന്റെ ശരീരത്തിൽ ഒരു രോഗമില്ല. ഞാൻ തുള്ളിച്ചാടി നിന്ന് എന്റെ കർത്താവിനെ ആരാധിക്കും. എന്റെ ശരീരം തീയാക്കി വെച്ചേക്കാണ് കർത്താവ്. ഞാൻ ഒരാളെ തൊട്ടാ അവർക്ക് സൗഖ്യം വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ആവശ്യമുള്ളവരെ തൊട്ടാ മതി. ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് പ്രാർത്ഥിച്ചേ ഞാൻ നിൽക്കുള്ളൂ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്താൽ അവിടെ വിടുതലുണ്ട്. അവിടെ പിശാച് ഇളകുന്നതായിട്ട് എന്നോട് സാക്ഷ്യം പറയുന്നു. ഒരു ഹിന്ദുക്കളോട് ഞാൻ എന്റെ സാക്ഷ്യം, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ സഹോദരിമാരാ, അവരോട് ഞാൻ എന്റെ സാക്ഷ്യം പറയുമ്പോൾ അവര് പറയുന്നത് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ ദേഹത്ത് എന്തോ പൂത്ത് കയറുന്നെന്ന് പറയുന്നു. അപ്പൊ കർത്താവ് എനിക്ക് തന്നേക്കുന്ന അഭിഷേകം മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ ഓരോ ദിവസവും കൊടുത്തു, ഓരോ ദിവസം എന്റെ അപ്പനെ പ്രസന്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ഈ അവസരം തന്ന ദൈവദാസനും എന്റെ ദൈവമക്കൾക്കും ആരോമ ടിവിക്കും ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിയുടെ ജീവിതാനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളിലാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അനേക പ്രിയപ്പെട്ടവർ ഈ പ്ലാറ്റ്ഫോമിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ അതൊക്കെ ഭൗമികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളാണ് ഏറിയ പങ്കും എന്ന് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യം തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തമായി ആത്മീയ മണ്ഡലത്തിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് പറയുവാൻ തക്കോടിയായി തീർന്നത്. അത് വളരെ ഹൃദയസ്പർശിയും ആത്മാർത്ഥവുമായി ഉള്ള വാക്കുകളാണെന്ന് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയും. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസിയെ ദൈവം പിന്നെയും ശക്തമായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെയും കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ ഈ ജീവിതാനുഭവങ്ങൾ ഒരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും അത് അനുഗ്രഹമായി തീരും. മാത്രമല്ല, നമുക്കൊരുമിച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കാം. നമ്മെ തൊടുന്ന, നമ്മോട് സംസാരിക്കുന്ന, നമ്മളോട് കൂടെ ഇരിക്കുന്ന, നമ്മളോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു കർത്താവെന്ന് നമ്മൾ അനുഭവിച്ചറിയണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എമ്മോസിലേക്ക് പോയതായ ശിഷ്യന്മാരുടെ ആ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വായിക്കുവാൻ കഴിയുന്നുണ്ടല്ലോ തിരുവെഴുത്തുകളിൽ. ശിഷ്യന്മാരോടൊപ്പം കർത്താവ് ചേർന്ന് നടന്നു, സംസാരിച്ചു. പക്ഷേ അവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവർക്കത് മനസ്സിലാക്കി കൊടുക്കുവോളം കർത്താവ് അവരോട് ചേർന്നിരുന്നു സമയങ്ങൾ ചിലവഴിക്കുവാൻ ഇടയായി തീർന്നു. ആ സംഭവങ്ങളൊക്കെ അവരുടെ കണ്ണ് തുറപ്പിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ അവര് എവിടെ നിന്ന് വന്ന് അവിടേക്ക് മടങ്ങിപ്പോകുവാൻ അവരെ സഹായിച്ചു. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ചില പ്രിയപ്പെട്ടവർക്കെങ്കിലും ഒരു പക്ഷെങ്കിൽ കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ചില പ്രിയപ്പെട്ടവരെങ്കിലും നിങ്ങളോട് കേൾപ്പിച്ച, നിങ്ങൾ കേട്ട, നിങ്ങളറിഞ്ഞ ആ ദൈവശബ്ദം അത് ദൈവത്തിൻ്റെ ശബ്ദം തന്നെയായിരുന്നു, ദൈവമായിരുന്നു എന്നോട് ഇടപെട്ടത് എന്ന് ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ, കർത്താവ് നിങ്ങളോട് ചേർന്ന് നടക്കും, കർത്താവ് നിങ്ങളോട് സംസാരിക്കും. അത് ചിലപ്പോൾ
ഒരു കൂട്ടുകാരൻ നമ്മോട് ചേർന്ന് നടക്കുന്നത് പോലെയോ കൂട്ടുകാരൻ നമ്മോട് സംസാരിക്കുന്നത് പോലെയോ ആകാം, അല്ലാതെയാകാം. ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ആയിരിക്കാം, ദർശനത്തിലൂടെ ആയിരിക്കാം, ഉറക്കത്തിലായിരിക്കാം, രോഗക്കിടക്കയിലായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം, പ്രകൃതിയിലൂടെ ആയിരിക്കാം, പ്രപഞ്ചത്തിലൂടെ ആയിരിക്കാം, മറ്റ് ജീവജാലങ്ങളിലൂടെ ആയിരിക്കാം. കർത്താവിന് നമ്മോട് ഇടപെടുവാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. പക്ഷേ അത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഒന്ന് വിധേയപ്പെടുവാനും കർത്താവിനോട് അടുത്ത് വരുവാനും ആ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനും കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുവാനും ഇടയായിത്തീരുക. ഇന്ന് നാം കേട്ടതായ ഈ സാക്ഷ്യം ഒരു ദൈവശബ്ദത്തിൻ്റെ ഒരു മുഖാന്തരമായി, കർത്താവെ അങ്ങ് എന്നോട് എത്രയോ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. എന്നാൽ ഇന്ന് ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് എന്നോട് സംസാരിക്കണമേ. ഈ രാത്രിയിൽ, ഈ പകൽ, ഈ പ്രഭാതത്തിൽ, ഈ മധ്യാഹ്നത്തിൽ, ഈ ജോലിയുടെ വേളയിൽ, ഈ രോഗക്കിടക്കയിൽ അങ്ങ് എന്നോട് സംസാരിക്കണമേ. അങ്ങ് എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ട ഒരുപക്ഷങ്ങൾ, രോഗികൾ, ജീവിതത്തിൽ സമാധാനമില്ലാത്തവർ, സ്വസ്ഥതയില്ലാത്തവർ, കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, കുടുംബ ബന്ധങ്ങൾ തകർച്ചയുടെ വക്കിലേക്ക് പോകുന്ന വിഷയങ്ങൾ, കടബാധ്യതകൾ, ജപ്തി നടപടികൾ, കോടതി, പോലീസ് സ്റ്റേഷൻ, മറ്റ് പലവിധമായ വിഷയങ്ങളിലൂടെ ഭാരപ്പെട്ട് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങളെക്കുറിച്ച് നാളെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്ന പ്രിയപ്പെട്ടവർ, മരണകരമായ രോഗക്കിടക്കയിൽ അല്ലെങ്കിൽ ഡോക്ടർമാർ വിധി എഴുതിയ ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് ജീവിതം കഴിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. പ്രിയമുള്ളവരെ, നിങ്ങളെ വിടുവിക്കുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ തൊടുവാൻ യേശുവിന് കഴിയും. യേശു നമ്മെ രക്ഷിക്കുന്നവൻ, നമ്മെ വിടുവിക്കുന്നവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മോട് സംസാരിക്കുന്നവൻ, നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ഈ സമയം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ. ഇന്ന് സമയത്ത് എൻ്റെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പച്ച. കർത്താവെ, നിന്റെ ശബ്ദത്തെ ഒന്ന് ശ്രവിക്കുവാൻ, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ, നിന്നോട് നെഞ്ചിൽ ചാരിയിരിക്കുവാൻ ഓരോരുത്തരെയും അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവർ നിന്റെ ശബ്ദം കേൾക്കണം കർത്താവെ. നിന്നെ കാണണം അപ്പച്ച. നീ ഇല്ലാതെ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി എൻ്റെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരുന്നു ഓരോ നിമിഷങ്ങളിലും എൻ്റെ കർത്താവിനോട് സംസാരിച്ച് വചനത്താൽ നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദേവദാസനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പച്ച. ഹല്ലേലൂയ. കർത്താവേ, അരോമ ടിവി ഏൽപ്പിച്ചത് അനേകർ എൻ്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് പ്രസ്ഥാനത്തെ ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. അതിന്റെ ആവശ്യങ്ങളിലൊക്കെ അപ്പച്ചൻ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്ത് മാനിക്കണം, വന്ന ജനത്തെ അനുഗ്രഹിക്കണം. അവരെൻ്റെ യേശുവിന്റെ ശബ്ദം ശ്രവിച്ച് എൻ്റെ ദൈവത്തിന് വേണ്ടി ഓടി എൻ്റെ ദൈവത്തിന്റെ ശബ്ദം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് അവർ ഓരോരുത്തരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, കർത്താവിനുവേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ പ്രെയർ ലൈനിലും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശവുമായി, സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു.
ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.